മനതലങ്ങളിൽ മഹിത ദർശനങ്ങളുടെ മലർവാടിയായി മാറി മാനവ മനോ മലർവാടിയിൽ മന്ദകാന്തിയുടെ മന്ദഹാസം പൊടിച്ച് മിന്നിത്തിളങ്ങുന്ന ജാജ്വല താരകം അജ്ഞതയുടെ അന്ധകാരത്തെ വിജ്ഞാനത്തിന്റെ തൂവെളിച്ചം കൊണ്ട് പിളർത്തിയ അന്ധവിശ്വാസത്തിന്റെ പാതിരാവുകളെ സത്യവിശ്വാസത്തിന്റെ നട്ടുച്ചകളാക്കി മാറ്റിയ അനാചാരത്തിന്റെ കാളരാത്രികളെ സദാചാരത്തിന്റെ സുപ്രഭാതങ്ങളാക്കി പരിവർത്തനം ചെയ്ത മാനവകുലത്തിന്റെ മഹാനായ വിമോചകൻ, മദീനയുടെ രാജകുമാരൻ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെ, ആ പുണ്യഭൂമേനിയുടെ പവിത്രമായ തിരുശേഷിപ്പുകളിൽപ്പെട്ട ഷഅറെ മുബാറക് ലോകത്തിന്റെ വിവിധ കോണുകളിൽ വളരെ ആദരവോടെ സൂക്ഷിക്കപ്പെടുന്നുണ്ട്. ഇതാ ഇന്ത്യയുടെ അഭിമാനമായി, കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ആശാ കേന്ദ്രമായി ജ്വലിച്ചു നിൽക്കുന്ന കാരന്തൂർ സുന്നി മർക്കസ്. അതെ, സുന്നി മർക്കസിന്റെ നായകനും ഇന്ത്യൻ മുസൽമാന്റെ ആധികാരിക ശബ്ദവും ആദർശ വൈരികളുടെ കണ്ണിലെ കരടും ആദർശ വിശ്വാസികളുടെ കരളിന്റെ തുടിപ്പുമായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിനും സനദുകളോടുകൂടി ലഭിച്ചു പുണ്യ റസൂലിന്റെ ഷഅറെ മുബാറക്. കാരന്തൂർ മർക്കസിന്റെ മുറ്റത്തേക്ക് ഷഅറെ മുബാറക് കാണാൻ പ്രവാചക പ്രേമികൾ ഒഴുകിയെത്തി. പ്രവാചക പ്രേമ സാഗരത്തിൽ അലയടിച്ച് ഒഴുകിയെത്തുന്ന പതിനായിരങ്ങൾക്ക് നിസ്കാരം നിർവഹിക്കുവാനും തിരുനബിയുടെ തിരുകേശം സൂക്ഷിക്കുവാനും 40 കോടി വിലമതിക്കുന്ന ഷഅറെ മുബാറക് മസ്ജിദ് പ്രവാചക പ്രേമികളുടെ പങ്കാളിത്തത്തിൽ നിർമ്മിക്കുവാൻ കാന്തപുരം ഉസ്താദ് രംഗത്തിറങ്ങി. ഈ അവസരം അസൂയമൂത്ത് വിറളി പൂണ്ട വിഘടിത വിഭാഗം ഷഅറെ മുബാറക്കിനെതിരെ രംഗത്തു വന്നു. പക്ഷേ അസൂയാലുക്കൾ പടുത്തുയർത്തിയ ആരോപണങ്ങളുടെ വൻ മതിൽക്കെട്ടുകളെ ഈമാനാകുന്ന വജ്രായുധം കൊണ്ട് തകർത്ത് തരിപ്പണമാക്കി ആദർശ പടയോട്ട ഭൂമികയിലൂടെ കാലത്തിന്റെ കാവലാൾ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് മുന്നേറി. ഇന്ത്യയുടെ ഇതിഹാസമായി, കേരളീയ മുസ്ലിം സമൂഹത്തിന് അഭിമാനമായി ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ പടയോട്ടത്തിനു മുന്നിൽ കിടന്നോ പിടഞ്ഞുകൊണ്ടിരിക്കുന്ന വിഘടിത വിഭാഗം ഇന്ന് നെട്ടോട്ടമോടുകയാണ്. സമസ്തയുടെ പവിത്രമായ ആദർശത്തെ വലിച്ചെറിഞ്ഞോ വഹാബിസത്തിലേക്ക് ചേക്കേറാൻ ശ്രമിക്കുന്ന വിഘടിത വിഭാഗത്തിന്റെ അണിയറയിലെ അന്തർനാടകങ്ങൾ തുറന്നു കാട്ടുന്ന പരമ്പരയുടെ 1-ാം ഭാഗം നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഷഅറെ മുബാറക്, കാന്തപുരത്തിന്റെ പടയോട്ടം, വിഘടിതരുടെ നെട്ടോട്ടം. റബീഇന്റെ പൊന്നമ്പിളിയിൽ പിറന്നു വീണ പൊൻതാരം പുണ്യ റസൂൽ. അതെ, ആ പുണ്യഭൂമേനിയുടെ ശത്രുക്കളായ വഹാബികൾ അവരുടെ കാപട്യത്തിന്റെ കപടമുഖം മൂടി തുറന്നു കാട്ടാനായി രൂപീകൃതമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ 60-ാം വാർഷിക സമ്മേളനം, ആ സമ്മേളനത്തിൽ വച്ച് അഭിവന്ദ്യരായ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ചരിത്രപ്രസിദ്ധമായ പ്രഖ്യാപനം ആദ്യമായി നിങ്ങളൊന്നു കേൾക്കൂ. അതേസമയത്ത്
വസല്ലം തങ്ങളെ സംബന്ധിച്ച് വെറും ഒരു സാധാരണ മനുഷ്യനാണെന്നും ഒരു തപ്പാശിവായിയാണെന്നും പഠിപ്പിച്ച ഞെട്ടതിലെ മമ്മദിനെ പിന്തുടർന്ന ആളുകൾ, ഈ ആളുകൾ അവർ ഇരിപ്പിടം ഏതാണ്? എവിടെയാണ് ഇരിപ്പിടം? നിലവിലെ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബി എന്നവനെ കൊണ്ട് പറയാൻ പാടില്ല. ഒരു മമ്മനാണവൻ. അവനും അവന്റെ അനുയായികളും ഈ കേരളത്തിലുള്ള അനുയായികൾ അവർ വിശ്വസിക്കുന്നത് എന്താണ്? ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറും ഒരു സംസ്കാര മനുഷ്യനാണ് എന്നാണ് അവരുടെ വിശ്വാസം. ഈ വിശ്വാസം എന്തെന്ന് യോജിക്കുന്ന വിശ്വാസമാണിത്. മഹാന്മാരായ അമ്പിയാ മുർസലുകളുടെ വിശ്വാസമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ അടിത്തറ. പരിശുദ്ധ ഇസ്ലാമിന്റെ അടിത്തറ തന്നെ നിലകൊള്ളുന്നത് അമ്പിയാ മുർസലുകളുടെ നുബുവത്തിലും റിസാലത്തിലും അതിന്റെ മഹത്വത്തിലും ഉള്ള വിശ്വാസമില്ലെങ്കിൽ മുസ്ലിമിന് മുസ്ലിമാവാൻ സാധ്യമേ. ഇസ്ലാമും മറ്റു മതങ്ങളുമായുള്ള യഥാർത്ഥത്തിൽ ഉള്ള വ്യത്യാസവും അവിടെ തന്നെയാണ് നിലകൊള്ളുന്നത്. അക്കധാരായുടെ മഹാത്മാക്കളായ അവർ റബ്ബുൽ ഇസ്സത്തിന്റെ ഇംഗിതത്തിനൊത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾക്ക് വിധേയമായും കൊണ്ട് ജീവിക്കുന്ന പരിശുദ്ധാത്മാക്കളാണ് അമ്പിയാ മുർസലുകൾ എന്ന് ഉള്ള വിശ്വാസം. ഈ വിശ്വാസമാണ് ഇസ്ലാമിന്റെ അടിത്തറ. ആ അടിത്തറക്ക് വരെയെ കത്തിവെക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയെ ഈ മഹാസമ്മേളനത്തിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ദീന്റെ നിർത്തിയും കൊണ്ട് ഞങ്ങൾ ഇവിടെ കുഴിച്ചു മൂടുക മാത്രമല്ല ചെയ്യുന്നത്, അതിനെ കടലിൽ മാത്രമല്ല അറ്റ്ലാന്റിക് മഹാസമുദ്രത്തെ വരെ ഞങ്ങൾ വലിച്ചെറിയുക. ആ വിശ്വാസം ഇനി ഇവിടെ നിലനിൽക്കുന്നതല്ലെന്ന് അതിന്റെ അനുയായികൾ മനസ്സിലാക്കിക്കൊള്ളും. അതി ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി ആർത്തലച്ചുലച്ചെടുകുന്ന കടൽ തിരമാലകൾക്കിടയിലേക്ക് വലിച്ചെറിഞ്ഞ വഹാബിസം, ആ വഹാബി പാളയത്തിലെ ജീവിച്ചിരിക്കുന്ന പുരോഹിതവർഗം മുത്തുനബിയെക്കുറിച്ച് പറയുന്നത് കേരളീയ സമൂഹമേ നിങ്ങളൊന്ന് കേൾക്കൂ. സാധാരണക്കാരനായ ഒരു പച്ചയായ മനുഷ്യനാണ്. പച്ചയായ ഒരു മനുഷ്യൻ, ആമിനയുടെയും അബ്ദുള്ളയുടെയും മകനായി ജനിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പച്ചയായ മനുഷ്യനായിരുന്നു. നൂറുകണക്കിന് സംഭവത്തിരിക്കാതെ നമുക്ക് വേണമെങ്കിൽ അസാധാരണക്കാരന് സാധാരണ കഴിവുള്ളതിന് സാധാരണക്കാരന്റെ കഴിവില്ല എന്ന് വേണമെങ്കിൽ സമർത്ഥിക്കാൻ സാധിക്കും. മുഹമ്മദ് നബി ഒരിക്കൽ നിസ്കരിക്കുക, ചെരുപ്പിട്ടാണ് നിസ്കരിക്കുന്നത്. നിസ്കാരം കുറെ ആയപ്പോൾ നബി ചെരുപ്പ് വാരി എറിഞ്ഞ് സഹാബത്തും ഊരി എറിഞ്ഞ്. നിസ്കാര ശേഷം എന്താണെന്ന് ചോദിച്ച് നബിസാസം പറഞ്ഞ്, എനിക്ക് പഠിച്ചോ വഹി ഇറക്കി ആ ചെരുപ്പിന്റെ ചുവട്ടില നജസ് ഉണ്ട് എന്നുള്ളത്. നജസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ എറിഞ്ഞതാണ്. എന്തിനെങ്ങൾ എറിഞ്ഞതെന്ന് ചോദിച്ചു. അപ്പൊ നബി ഇത്തിബാ ചെയ്യാൻ വേണ്ടി ചെയ്തതാണെന്ന് അറിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞോണ്ട് ചെരുപ്പിന്റെ താഴെ നജസ് വരെ മുഹമ്മദ് നബിക്ക് അറിയാൻ സാധിച്ചോ? പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാൻ സാധിച്ചെന്ന് വരും. എങ്ങനെയെങ്കിലും മാസിനെ അല്ലെങ്കിൽ എന്തൊക്കെ ഇതോ നോക്കിയിട്ട് നിങ്ങളെ ചെരുപ്പിന്റെ അടിയുള്ള നജസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വരും. പക്ഷെ മുഹമ്മദ് നബിക്ക് മനസ്സിലാക്കാൻ സാധിച്ചോ? അതിനെ കടലിൽ മാത്രമല്ല അറ്റ്ലാന്റിക് മഹാസമുദ്രത്തെ വരെ ഞങ്ങൾ വലിച്ചെറിയുക. പുണ്യ റസൂലിനെ നിന്ദിക്കുന്ന ഈ പുരോഹിത വർഗത്തെ മാറോട് ചേർത്ത് വെക്കാൻ ശ്രമിക്കുന്ന വിഘടിത കൂടാരത്തിലെ ഖുർആൻ പ്രഭാഷകൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ. ശ്രദ്ധിക്കണോ? ഉറങ്ങരുത്. ഇങ്ങോട്ട് നോക്കി ഇപ്പൊ എല്ലാവരും ഇങ്ങോട്ട് നോക്കണം. അതല്ലേ ഇപ്പൊ പ്രശ്നം. ഇപ്പൊ നമ്മളെ പ്രശ്നം എന്താന്ന് വെച്ചെങ്കിൽ നമ്മളെ തലയിലാണ് ഇപ്പോൾ ഭൂമി നിലനിൽക്കുന്നത്. നമ്മൾ ഐക്യകണ്ഠേന ചായ കുടിക്കുന്നത് കൊണ്ടാണ് മുസ്ലിം സമുദായം നിലനിന്ന് പോരുന്നത്. അതൊന്നും ഇപ്പോൾ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട. കോഴിക്കോട്ടെ കുറെ ചായക്കുടികൾ നടന്നിട്ടുണ്ട്, അതൊക്കെ പിന്നെ ഞാൻ പറയാം. ഐക്യകണ്ഠേന ചായ കുടിച്ചവരാണ് കോഴിക്കോട്ടെ നേതാക്കൾ, അതൊന്നും ഞാൻ പിന്നെ പറയാം. അങ്ങനെയൊക്കെ ഉണ്ട്. ഏതായാലും അള്ളാഹു സത്യത്തിന് വേണ്ടി യോജിക്കാൻ അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഓ മിസ്റ്റർ കാസിമി, കോഴിക്കോട് ഐക്യകണ്ഠേന ചായ കുടിച്ച ആ നേതാക്കൾ ആരൊക്കെയായിരുന്നു? ആരെല്ലാമാണ് ആ ചായ സൽക്കാരം സംഘടിപ്പിച്ചത്? അത് നിങ്ങളുടെ കൂടാരത്തിലെ മൗലാനമാർ തന്നെയായിരുന്നില്ലേ? ഇത് 1999 ഡിസംബർ 27 മാധ്യമം ദിനപത്രം. ഐക്യം വ്യാപകമാക്കണം,
സമുദായ നേതാക്കൾ മുസ്ലിം സൗഹൃദവേദിയുടെ തീരുമാനപ്രകാരം ജമാഅത്തെ ഇസ്ലാമി സംഘടിപ്പിച്ച ഇഫ്താർ പാർട്ടിയാണോ വിവിധ മുസ്ലിം സംഘടനാ നേതാക്കളെയും പണ്ഡിതന്മാരെയും കൂടുതൽ അടുക്കാനും സാഹോദര്യത്തിന്റെ ധന്യനിമിഷങ്ങൾ പങ്കുവെക്കാനും അവസരമൊരുക്കിയത്? സൗഹൃദവേദിയുടെ തീരുമാനപ്രകാരം കഴിഞ്ഞ 19-നോ സുന്നി യുവജന സംഘവും 24-നോ നദുവത്തുൽ മുജാഹിദീനും ഇഫ്താറിന് ആതിഥ്യമരുളിയിരുന്നു. ഒന്നിച്ചിരുന്നാൽ ഹൃദയങ്ങൾ തമ്മിലെടുക്കുമെന്ന തത്വം അന്വർത്ഥമാക്കി റമദാനിനു ശേഷം ഐക്യവും സഹവർത്തിത്വവും കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കാമെന്ന പ്രതിജ്ഞയോടെയാണ് നേതാക്കൾ പിരിഞ്ഞത്. ദൈവാനുഗ്രഹത്താൽ നമുക്കിടയിൽ ഇപ്പോൾ ഉണ്ടായ ഐക്യത്തിനോ പോറലേൽക്കാതിരിക്കാൻ ഓരോരുത്തരും കരുതലോടെ മുൻപോട്ട് പോവണമെന്നോ നാട്ടിക മൂസ മൗലവി പറഞ്ഞു. സുന്നി നേതാക്കളായ പുറങ്ങോട് അബ്ദുള്ള മൗലവി, ഡോക്ടർ നാട്ടിക മുഹമ്മദ് അലി, PH അബ്ദുള്ള മാസ്റ്റർ, ഹസം ഫൈസി പന്നിപ്പാറ, നാസർ ഫൈസി കൂടത്തായി, മുജാഹിദ് നേതാക്കളായ PS ബാബ, TP അബ്ദുള്ള കോയ മദനി, CP ഉമർ സുല്ലമി, മുസ്തഫ ഫാറൂഖി, ജമാഅത്തെ ഇസ്ലാമി നേതാക്കളായ KM അബ്ദുൽ അഹമ്മദ് തങ്ങൾ, TK അബ്ദുള്ള, K മൊയ്തു മൗലവി തുടങ്ങിയവർ പങ്കെടുത്ത ഐക്യസംഘത്തിന്റെ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചതിന് പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത്? O കാസിമി, ഷംസുൽ ഉലമയുടെ പിൻഗാമികൾ എന്നവകാശപ്പെടുന്ന കോഴിക്കോട്ടെ നിങ്ങളുടെ നേതാക്കൾ ഇങ്ങനെ ഒന്നിച്ചിരുന്ന് ചായ കുടിക്കാനുള്ള കാരണം എന്താണ്? തലയിൽ ഭൂമി ചുവന്നു നടക്കുന്ന വിഘടിത കൂടാരത്തിലെ അതേ ഖുർആൻ പ്രഭാഷകൻ ചായകുടി മാത്രം പോരാ, മുത്തുനബിയെ നിന്ദിച്ച പുത്തംവാദികളെ മാറോട് ചേർത്ത് വെക്കണമെന്ന് പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ. ശ്രദ്ധിക്കണോ? ഉറങ്ങരുത്. ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. ഇപ്പൊ എല്ലാവരും ഇങ്ങോട്ട് നോക്കണം. ആധുനിക ഇഫ്താർ മീറ്റുകളെ പറ്റിയാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ അതിൽ ഉൾപ്പെടും, ഒന്നും വിചാരിക്കരുത്. അതായത് പരമാവധി ആളുകളെ ജാക്കിട്ട് ഇങ്ങനെ കയറ്റിയിട്ട് അതിൽ വന്ന് കിട്ടുന്ന ലാഭം കൊണ്ടാണ് ഇവര് ജീവിക്കുക. ഇതാണ് പറഞ്ഞത്. അവരുടെ രീതി അവരെ ഭക്ഷണത്തിന്റെ മാധ്യമം നാവായിരിക്കും. പുണ്യനബി പറഞ്ഞു, ഹൃദയം കൊണ്ട് അവർ പരസ്പരം ശത്രുക്കളുമായിരിക്കും. ചിന്തിക്കണം എല്ലാവരും. നല്ലത് തന്നെയാണ്. ഇഫ്താർ മീറ്റ് ഒന്നും മോശം എനിക്ക് അഭിപ്രായമല്ല. ഓ മിസ്റ്റർ കാസിമി, മഹാനായ ഷംസുൽ ഉലമ 60-ാം വാർഷിക സമ്മേളനത്തിൽ പറഞ്ഞതോ ഒന്നുകൂടെ കേൾക്കൂ. ആടിത്തറക്ക് വരെയെ കത്തിവെക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയെ ഈ മഹാസമ്മേളനത്തിൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധ ദീൻ നിർത്തിയും കൊണ്ട് ഞങ്ങൾ ഇവിടെ കുഴിച്ചു മൂടുക മാത്രമല്ല ചെയ്യുന്നത്, അതിനെ ഈ കടലിൽ മാത്രമല്ല അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലെ വരെ ഞങ്ങൾ അതിനെ വലിച്ചെറിയുക. ആ വിശ്വാസം ഇനി ഇവിടെ നിലനിൽക്കുന്നതല്ലെന്ന് അതിന്റെ അനുയായികൾ മനസ്സിലാക്കിക്കോളും. നല്ലത് തന്നെയാണ്. ഇഫ്താർ മീറ്റ് ഒന്നും മോശം എനിക്ക് അഭിപ്രായമല്ല. നല്ലത് തന്നെയാണ്. ഇഫ്താർ മീറ്റ് ഒന്നും മോശം എനിക്ക് അഭിപ്രായമല്ല. ഈ കടലിൽ മാത്രമല്ല അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിലെ വരെ ഞങ്ങൾ അതിനെ വലിച്ചെറിയുക. ആ വിശ്വാസം ഇനി ഇവിടെ നിലനിൽക്കുന്നതല്ലെന്ന് അതിന്റെ അനുയായികൾ മനസ്സിലാക്കിക്കോളും. നല്ലത് തന്നെയാണ്. ഇഫ്താർ മീറ്റ് ഒന്നും മോശം എനിക്ക് അഭിപ്രായമല്ല. മനുഷ്യ മഹാസാഗരത്തെ സാക്ഷി നിർത്തി അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് ഷംസുൽ ഉലമ വലിച്ചെറിഞ്ഞ വഹാബിസം, അവരുമായി ഒന്നിച്ചിരുന്ന് ചായ കുടിച്ച വിഘടിത വർഗം ഇനിയും ഷംസുൽ ഉലമയെ വലിച്ചെറിയുന്നത് കാണൂ. ഇത് മുജാഹിദ് സംസ്ഥാന സമ്മേളന സുവനീർ. ഇതിന്റെ 186-ാം പേജിൽ തൊപ്പിയിട്ടിരിക്കുന്ന ഈ ഫൈസി ആരാണ്? അതെ, ആ ഫൈസി ആരാണെന്നോ വിഘടിത പാളയത്തിലെ അനൗൺസർ ഹസൻ മൗലവി പറയുന്നത് നിങ്ങളൊന്ന് കാണൂ.
സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് അച്ചടക്കത്തോടെ പ്രവർത്തിക്കുന്ന സുന്നി വിദ്യാർത്ഥി സംഘത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട നാസർ ഫൈസി കൂടത്തായി, ഈ SKSSFന്റെ സംസ്ഥാന സെക്രട്ടറി പേറി നടക്കുന്നവരോട് കാസിമി, താങ്കൾക്ക് വല്ലതും പറയാനുണ്ടോ? കുടുങ്ങിയോനെ പേറിയോനൊക്കെ കുടുങ്ങും, അതാണ് അതിന്റെ അർത്ഥം. ഇതൊക്കെ കുടുങ്ങും. അത് ഇവിടെ ഒന്നും വെറുതെ പറഞ്ഞിട്ടില്ല. അത് കുറച്ച് പെട്ടെന്ന് മനസ്സിലാവും, ചെറുത് നേരം വൈകി മനസ്സിലാവും. ഇപ്പോഴും മനസ്സിലാകാത്ത ചില സാധനങ്ങളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് സതുബ്ദീലകുമുൽ അയ്യാം ഇനി മനസ്സിലാക്കാൻ പോകുന്നുണ്ട്. ഇവിടെ ഒരു രീതിയുണ്ട്, അവിടെ ആര് മാറിയാലും അവരെ കഥ കഴിഞ്ഞു. വിഘടിത വിഭാഗമേ, നിങ്ങളാണ് വഹാബിസത്തിന് ഏണി വെച്ച് കൊടുക്കുന്നവർ. പ്രവാചക പ്രകീർത്തന സദസ്സിനെ ആക്ഷേപിച്ചോ വിഘടിത സെക്രട്ടറി പറയുന്നതോ നിങ്ങളൊന്ന് കാണൂ. അന്താരാഷ്ട്ര മൗലൂദ് എന്ന് നിങ്ങൾ പേടിച്ചാൽ മതി. അന്താരാഷ്ട്ര മൗലൂദ് ഇനി അദ്ദാദുണ്ടാവും, അത് പറയാൻ അന്താരാഷ്ട്ര സ്വലാത്തുണ്ടാവും, പല ആദ്യം ഉണ്ടാവും ഇവിടെ. കാരണം പൈസയും മറ്റും മറിച്ചൊക്കെ ഉണ്ടല്ലോ. ഇതിന്റെ പേരിൽ എന്നിട്ട് അസൂയ വെക്കണം. ഇതിന്റെ പേരിൽ എന്നിട്ട് അസൂയ വെക്കണം. അതിന് ഉള്ളില് സാധനം വേണം. ഇതുണ്ടായൊരു കാര്യമല്ല, ഇതുണ്ടായൊരു കാര്യമല്ല, സാധനം വേണം. 40 കോടിയുടെ പള്ളി പണിയുന്നതിൽ മാത്രമല്ല ഇവർക്ക് അസൂയ. പണം മുടക്കി മൗലിദ് സമ്മേളനം കാന്തപുരത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചാൽ അതിനും ഈ വിഭാഗത്തിന് അസൂയയാണ്. علومك علم اللوح والقلم يا نفس لا تقنطي من زلات عظوما. അന്താരാഷ്ട്ര മൗലൂദ് എന്ന് നിങ്ങൾ പേടിച്ചാൽ മതി. അന്താരാഷ്ട്ര മൗലൂദ് ഇനി അദ്ദാദുണ്ടാവും, അത് പറയാൻ അന്താരാഷ്ട്ര സ്വലാത്തുണ്ടാവും, പല ആദ്യം ഉണ്ടാവും ഇവിടെ. കാരണം പൈസയും മറ്റും മറിച്ചൊക്കെ ഉണ്ടല്ലോ. അതിന് ഉള്ളില് സാധനം വേണം. ഇതുണ്ടായൊരു കാര്യമല്ല, ഇതുണ്ടായൊരു കാര്യമല്ല, സാധനം വേണം. മുത്തേടം മൗലവി തന്നെ അവരുടെ നേതാക്കളുടെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നത് കാണൂ. ആലിമിനോട് അസൂയയുണ്ടാകും, വായിലിനോട് അസൂയയുണ്ടാകും, കാത്തിബിനോട് അസൂയയുണ്ടാകും, എഴുത്തുകാരനോട് അസൂയുണ്ടാവും. അങ്ങനെ ഉണ്ടാവുക. എങ്ങനെയാണ് അസൂയ അങ്ങോട്ടും കൊണ്ട് വല്ലാതെ ഉണ്ടാവും. നല്ല എഴുത്തുകാരെ പറ്റിയൊക്കെ മുഴുവനും വെട്ടിയിട്ട് പോയി എം കൃഷ്ണൻ നായർ. അങ്ങനെയാണ്. എല്ലാ നല്ല നാമ്പും അയാൾ ഒടിച്ചു പോയി. അങ്ങനെയാണ്. പിന്നെ കണ്ടവരെ മുഴുവനും കുറ്റം പറഞ്ഞിട്ട് പ്രസംഗിച്ച് നടക്കുന്ന ചില ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഞാനവരെ പേരൊന്നും പറയുന്നില്ല. എല്ലാ പുൽനാമ്പും വെട്ടി ഒഴിവാക്കുക. ഇനിയിതാ വിഘടിത കൂടാരത്തിലെ മുത്തേടം മൗലവിയും അമ്പലക്കടവ് മൗലവിയും തിരുനബിയുടെ സന്താന പരമ്പരയിൽപ്പെട്ട സയ്യിദന്മാരെ തള്ളുന്നത് കാണൂ. ഇവിടെ തൃശൂർ ജില്ലയിൽ കോഴിക്കുടി എന്ന സ്ഥലത്ത് കുറെ കാലം സലാത്ത് നടത്തിയ ഒരു കൊട്ടേഷൻ തങ്ങൾ ഉണ്ടായിരുന്നു. അയാൾ തങ്ങൾ അല്ല, അയാളെ തങ്ങളാക്കിയത് വേറെ ചില ആളുകളാണ്. ഇനി ഞാൻ അവരെ പേര് പറയുന്നില്ല. നിങ്ങൾ ചിന്തിക്കണം, തങ്ങളല്ല, അത് ദ്വീപിലെ കോയയാണ്. ദ്വീപിലെ കോയയെ പിടിച്ച് തങ്ങളാക്കിയത് ഇവിടെയാണ്. നിങ്ങൾ എന്നോട് എന്തെങ്കിലും ദേഷ്യപ്പെടരുത്. ഇനി ദേഷ്യപ്പെട്ടാൽ എനിക്ക് വിഷയവും അല്ല. നാട്ടിലൊരു പ്രൊജക്ടർ വെച്ചിട്ട് മുൻഗാമികളെയും ആലിമീങ്ങളെയും തലയെക്കെട്ടുള്ള ആലിമീങ്ങളെയും തൊപ്പിവെക്കുന്ന തങ്ങന്മാരെയും ചീത്ത പറയാന് നിന്നെക്കാൾ നാവില്ലാത്ത ഒരാളുണ്ട് എന്ന് വിചാരിക്കണ്ട. അതിനിവിടെ നാവ് നീളാത്തത് കൊണ്ടൊന്നുമല്ല. പക്ഷെ ഈമാന് പിടിച്ച് അല്ലാഹു കൊണ്ടുപോകും. അത് ഈമാന് കൊണ്ടുപോകുന്ന നേരമാണ് അസ്ലാഫിനെ ആക്ഷേപിക്കുന്നവർക്ക് ഒരിക്കലും ഈമാൻ ഇല്ല. നിങ്ങൾ ചിന്തിക്കണം, തങ്ങളല്ല, അത് ദ്വീപിലെ കോയയാണ്.
തൊപ്പിവെക്കുന്ന തങ്ങന്മാരെയും ചീത്ത പറയാന് നിന്നെക്കാൾ നാവില്ലാത്ത ഒരാളുണ്ട് എന്ന് വിചാരിക്കണ്ട. അതിനിവിടെ നാവ് നീളാത്തത് കൊണ്ടൊന്നുമല്ല, പക്ഷെ ഈമാന് പിടിച്ച അല്ലാഹു കൊണ്ടുപോകും. കൂരിക്കുഴി തങ്ങളെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അയാൾ കബീല സയ്യിദാണോ തങ്ങളാണോ പരിശോധിച്ചപ്പോൾ കൃത്യമായി കിട്ടിയ വിവരം അയാൾ സയ്യിദല്ല ബുഖാരിയാണ് എന്ന് പറയുന്നുണ്ട്. ഇത് ഖലീലുൽ ബുഖാരി, മലപ്പുറത്തും ബുഖാരിയ. അല്ലാഹു ആലം ഇയാളുടെ അവസ്ഥ. അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഇതേ അവസ്ഥയെ മാജിക്കുകളാണ്. തൊപ്പിവെക്കുന്ന തങ്ങന്മാരെയും ചീത്ത പറയാന് നിന്നെക്കാൾ നാവില്ലാത്ത ഒരാളുണ്ട് എന്ന് വിചാരിക്കണ്ട. അതിനിവിടെ നാവ് നീളാത്തത് കൊണ്ടൊന്നുമല്ല, പക്ഷെ ഈമാന് പിടിച്ച അല്ലാഹു കൊണ്ടുപോകും. തങ്ങളല്ല എന്ന് പറയാൻ പറ്റും ഒരാളെ പറ്റി? ഞാൻ ചോദിക്കുന്നു, അല്ലാഹുവിന്റെ റസൂൽ കോടതിയിൽ നിൽക്കുമ്പോ, റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ ചെല്ലുമ്പോ, എന്റെ ഒരു മകനെ നീ മകനല്ല എന്ന് പറഞ്ഞില്ലടോ എന്ന് പറഞ്ഞാൽ ഹൗദുൽ കൗസറിന്റെ അടുത്തുനിന്ന് എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കുമ്പോ തോബ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇവർക്ക് സനദുണ്ടോ? അതിന് സനദുണ്ടോ? തങ്ങളല്ല എന്ന് പറയാൻ സനദ് വേണ്ടേ? ആണെന്ന് പറയാൻ മാത്രം മതിയോ സനദ്? ഓ മൗലവിമാരെ, പ്രവാചക കുടുംബത്തിൽപ്പെട്ട സയ്യിദ് കൂരിക്കുഴി തങ്ങൾക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ടോ? കേരളത്തിൽ ഉടനീളം പ്രഭാഷണങ്ങളിലൂടെയും മാസികകളിലൂടെയുമായിട്ട് വിനീതനായ എന്നെ സംബന്ധിച്ച് അയാളൊരു സയ്യിദല്ല, തങ്ങളല്ല. കൂരിക്കുഴിയിൽ വന്നതിന് ശേഷം ഏതാനും പ്രവർത്തകരോ മറ്റു കുറേ അനുയായികളോ കൂടി തങ്ങളായിട്ട് അവരോധിച്ചതാണെന്നും ആന്ത്രോത്ത് ദ്വീപിലെ ഒരു കോയ മാത്രമാണെന്നും അങ്ങനെ പലരും പ്രസംഗിച്ചതായും എഴുതിയതായും പറയപ്പെടുന്നത് കേൾക്കുവാനും അറിയുവാനും സാധിച്ചതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. പൊതുവെ സയ്യിദന്മാർ തങ്ങന്മാർ ഇല്ല എന്നാണ് ബിദ്അത്തുകാർ പറയാറുള്ളത്. കർബല യുദ്ധത്തോടുകൂടെ സാദാത്യങ്ങളുടെ പരമ്പര അവസാനിച്ചു പോയി എന്ന് ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ് പോലെയുള്ള പ്രസ്ഥാനക്കാർ പറയുകയും എഴുതുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ വിശ്വാസവും അങ്ങനെയാണ്. വിനീതനായ എന്നെ സംബന്ധിച്ച് മാത്രമല്ല, കേരളത്തിലുള്ള മിക്ക തങ്ങന്മാരെ സംബന്ധിച്ചും തങ്ങളല്ല എന്നും അവർ അഹ്ലു ബൈത്തല്ല എന്നും പണ്ഡിതാലെ പ്രചരിപ്പിക്കുകയും പറയുകയും ചെയ്യുന്നവർ ഉണ്ട്. സയ്യിദ് മുഹമ്മദ് മൗലാ തങ്ങളുടെ അഥവാ കണ്ണൂരിലുള്ള തങ്ങളുടെ 4ാമത്തെ പിതാവിൻ്റെ സഹോദരൻ്റെ 5ാം തലമുറയിലെ പേരക്കുട്ടിയാണ് വിനീതനായ ഞാൻ. ഈ സനത് ശരിയല്ല, സത്യമല്ല, വെറും ഒരു കോയയാണ് എന്ന് ആർക്കെങ്കിലും വാദമുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, അവരെ ഞാൻ ജീവനോടുകൂടെ ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ട്. ഞാൻ ഖബറിലൊന്നുമല്ല, വേറെ എവിടെയുമല്ല. എൻ്റെ അഡ്രസ്സും എൻ്റെ സനതും എല്ലാം അറിയുന്നതാണ്. അവർക്ക് വരാം, ചർച്ച ചെയ്യാം. സമൂഹത്തോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് വിവരമില്ലാത്ത കാര്യങ്ങൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ജനങ്ങളെ മുമ്പിൽ പറഞ്ഞ് ഈ സമുദായത്തിനിടയിൽ ചിത്രതകൾ ഉണ്ടാക്കരുതേ എന്ന് വിനീതമായി പണ്ഡിതന്മാരോടും അല്ലാത്തവരോടും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഓ വിഘടിത മൗലവിമാരെ, നിങ്ങൾ പ്രവാചക പ്രകീർത്തന സദസ്സുകൾക്കും പ്രവാചക സന്താന പരമ്പരകൾക്കുമെതിരെ ശബ്ദിക്കാനുള്ള കാരണം എന്താണ്? കാരണം ഫറൂഖ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ റൗദത്തുൽ അറബി കോളേജ് പഠിച്ചവനായാണ്. ഫറൂഖ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ റൗദത്തുൽ അറബി കോളേജ് പഠിച്ചവനായാണ്. ആ ആളുകൾ തന്നെ ഇപ്പൊ കുടുങ്ങി. എന്തുകൊണ്ട്? കുടുങ്ങിയോനെ പേറിയോനൊക്കെ കുടുങ്ങും. അതാണ് അർത്ഥം. ഇതൊക്കെ കുടുങ്ങും. അത് മനസ്സിലായി. ഇവിടെ ഒന്നും വെറുതെ പറഞ്ഞിട്ടില്ല. കാരണം ഫറൂഖ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ റൗദത്തുൽ അറബി കോളേജ് പഠിച്ചവനായാണ്. അത് കുറച്ച് പെട്ടെന്ന് മനസ്സിലാവും, ചെറുത് നേരം വൈകി മനസ്സിലാവും. ഇപ്പോഴും മനസ്സിലാകാത്ത ചില സാധനങ്ങളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് സതുബ്ദീലകുമുൽ അയ്യാം ഇനി മനസ്സിലാക്കാൻ പോകുന്നുണ്ട്. ഇവിടെ ഒരു രീതിയുണ്ട്. അവിടെ ആര് മാറിയാലും അവരെ കഥ കഴിഞ്ഞു. കാരണം ഫറൂഖ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ റൗദത്തുൽ അറബി കോളേജ് പഠിച്ചവനായാണ്. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? അതേ മിസ്റ്റർ അമ്പലക്കടവ്, ചാരിയാൽ ചാരിയതു മണക്കും. വഹാബി കോളേജിൽ പഠിച്ച താങ്കൾ തിരുനബിയുടെ ഷഅറെ മുബാറക്കിനെതിരെയും പുണ്യനബിയുടെ സന്താന പരമ്പരകൾക്കെതിരെയും ശബ്ദിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇനി വർഷങ്ങൾക്ക് മുമ്പ്
സനദോടുകൂടെ ലഭിച്ച പുണ്യ റസൂലിന്റെ ഷഅറെ മുബാറക്കിനെ കുറിച്ച് അഭിവന്ദ്യരായ കാന്തപുരം ഉസ്താദ് പറയുന്നത് കേൾക്കൂ. അൽഹംദുലില്ലാഹ്, മർക്കസ് സഖാഫത്തി സുന്നിയ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നബിതങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി ഇവിടെ എത്തി. മദീനയിൽ നിന്നും ബറക്കാത്തി സാദാത്തുക്കൾ പരമ്പരയായി നമുക്ക് ഇന്ത്യയിലെത്തിയിട്ടുള്ളതും ഇന്ത്യയിൽ നിന്ന് അവരുടെ ശിഷ്യ പരമ്പരയിൽപ്പെട്ട ജനാബ് ഇക്ബാൽ ദോരാജി അവരുടെ കയ്യിൽ നിന്ന് സാക്ഷികൾ സഹിതം ഒപ്പിട്ട കരാറ് പത്രത്തോടു കൂടി എനിക്ക് ലഭിക്കുകയും ചെയ്തത് മർക്കസിൽ ഇവിടെ ഉണ്ട്. പുണ്യമദീനയിൽ നിന്നോ ബറക്കാത്തി സാദാത്യങ്ങൾ മുഖേന കാന്തപുരം ഉസ്താദിനോ വർഷങ്ങൾക്ക് മുമ്പ് ലഭിച്ച ഷഅറെ മുബാറക്കിന്റെ സനദോ കാന്തപുരം ഉസ്താദ് തന്നെ വായിക്കുന്നത് കാണൂ. ദർശാണല്ലോ, അതുകൊണ്ട് മാത്രം ഇപ്പോൾ ഇവിടെ വളരെ ശക്തമായിട്ട് തർക്കം നടക്കുന്ന, ചർച്ച നടക്കുന്ന ഷഅർ മുബാറക്കിന്റെ സനദ്, ഇത് ഉറുദുവിലാണ് ആദ്യത്തത്. ഞാൻ വായിക്കാം. സനദ് മുയ മുബാറക്, പാരിസിയിലാണ് മുയ എന്ന് പറയാം. हमारे यहाँ दोराजी शरीफ में हुजूर सरकार मदीना सल्लल्लाहु अलैहि वसल्लम के मुए मुबारक कदीम बुजुर्गों से मौसूल होते हुए जनाब इकबाल वली मोहम्मद जालिया वाला उर्फ दोराजी वाला के पास नहायत अदब व इहतराम से महफूज आए. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി അത് മുൻഗാമികളായ ബുസുർഗുകളുടെ നേതാക്കളുടെ വഴിക്ക് ഇവിടെ ഇഖ്ബാൽ വലിയ ഇഖ്ബാൽ എൻ്റെ അടുക്കൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. उन्होंने इसे मोए मुबारक की एक ही शाख मुबारक आपके शोहरत की एक ही मरकजी इदारा मरकज़ सक़ाफ़त सुन्नी इस्लामिया कारंदूर ज़िला कालिकट केरला के जनाब हज़रत अल्लामा शेख अबू बकर अहमद साहिब को मोहम्मद आरिफ बरकाती के ज़रिए से दस्तार हुआ. അതിൻ്റെ ഒരു ശാഖ ആരിഫ് ബർക്കാത്തിയുടെ കയ്യിലിതാ മർക്കസ് സഖാഫത്തി സുന്നിയ എന്ന സ്ഥാപനത്തിലേക്ക് കൊടുക്കുന്നു. എന്തിനു വേണ്ടി? उसको अता की है ताकि वहाँ के तमाम सुन्नी अहबाब उस मुए मुबारक की ज़ियारत से फैज़ हासिल करे. അവിടെയുള്ള മുഴുവൻ സുന്നികളും ഈ ശറഫാക്കപ്പെട്ട ഈ ഷഅർ മുബാറക് കൊണ്ട് ബർക്കത്ത് കിട്ടാനായി ഇതാ കൊടുത്തയക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സീലാണ് ഇത്. അദ്ദേഹത്തിൻ്റെ സാക്ഷികളായി ഗവാഹ് നമ്പർ 1 മുഹമ്മദ് ആസിഫ്, രണ്ടാമത്തത് മുഹമ്മദ് സഹിൽ ഖാദിരി, മൂന്നാമത്തത് മുഹമ്മദ് ആരിഫ് ബർക്കാത്തി, 3 സാക്ഷികളുടെയും സീലും വെച്ചുകൊണ്ട് എനിക്ക് കൊടുത്തയച്ച സനദാണിത്. ഇനി ആ സനദിൻ്റെ തഫ്സീല് വേണമെങ്കിൽ ഇതാ മൗലാന ഇഖ്ബാൽ വലി ജാലിയ വാല, പിന്നെ ഗുലാം അബ്ദുൽ ഖാദിർ അൽ ജീലാനി, അസയ്യിദ് അബ്ദുല്ലാ അൽ ഖാദിരി, അസയ്യിദ് നിദാമുദ്ദീൻ അൽ ഖാദിരി, അസയ്യിദ് ഇമാമുദ്ദീൻ അൽ ഖാദിരി, അസയ്യിദ് സൈഫുദ്ദീൻ അൽ ഖാദിരി, അസയ്യിദ് ഇമാമുദ്ദീൻ അൽ ഖാദിരി, അസയ്യിദ് നിദാമുദ്ദീൻ അൽ ഖാദിരി, അസയ്യിദ് അബ്ദുർ റസാഖ് അൽ ഖാദിരി, അസയ്യിദ് മുഹമ്മദ് ഇമാദുദ്ദീൻ അൽ ഖാദിരി, അസയ്യിദ് മുർത്തള സൈഫുല്ലാ അൽ ഖാദിരി, സയ്യിദ് ഐദറൂസ് അതാഉല്ലാ അൽ ഖാദിരി, അസയ്യിദ് മുഹമ്മദ് അൽ ഖാദിരി, അസയ്യിദ് അബ്ദുർ റസാഖ് അൽ ഖാദിരി, അസയ്യിദ് അലി അൽ ഖാദിരി, അസയ്യിദ് അഹ്മദ് അൽ ഖാദിരി, അസയ്യിദ് മുഹമ്മദ് അൽ ഖാദിരി, शरीफ सादात मजमुल बरकात सैयद अशैद अहमदुल कादरी अल बगदादी, सैयद यूसुफ बिन सैयद अहमद अल कादरी, शिहाबुद्दीन अल कादरी, अली अलमुद्दीन अल कादरी, कुमैनुद्दीन हैदर अबुल हसन अल कादरी, मोहम्मद इमादुद्दीन अल कादरी, अमीनुल्लाह अबुल अता सैयद कादरी, अफीफ हसन अल कादरी, हैदर सुलेमान सैयद करीमुद्दीन अल कादरी, अबू अब्दुल्लाह सैफुद्दीन सैयद अब्दुल वहाब अल कादरी, अश-शेख कुतुबुल अक़ताब अश-शेख मुहियुद्दीन अब्दुल क़ादिर अल जीलानी ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. എന്നിട്ട് അബൂ സഈദ് മുബാറക്, അബുൽ ഹസൻ അലി ഇബ്നു യൂസഫ്, അബുൽ ഫർഹ് ഇബ്നു
عبد الرحمن أبو الفضل عبد الواحد عبد العزيز اليمني أبو بكر الشبلي أبو القاسم جنيد البغدادي سر السقطي معروف الكرخي أمير المؤمنين موسى الإمام علي موسى أمير المؤمنين الإمام موسى الكاظم الإمام جعفر الصادق الإمام باقر الإمام زين العابدين الإمام حسين بن علي الشهيد بكربلاء سيدنا علي بن أبي طالب റളിയല്ലാഹു അൻഹു. ഇത് റസൂലുള്ളാഹി വരെ ഈ പറഞ്ഞ ബുസുർഗോൻസെ ഇവിടെ സൂക്ഷിച്ചു വന്നു എന്നതിന്റെ സനദാണ് ഇത്. ഇനി ഇതാ തിരുനബിയുടെ സന്താന പരമ്പരകളെ നിന്ദിച്ച വിഘടിത വിഭാഗം തിരുകേശത്തിനെതിരെ ഉറഞ്ഞു തുള്ളുന്നത് കാണൂ. ആദ്യമായി സ്വന്തം സംഘടനയെക്കുറിച്ച് മുത്തേടം കാസിമി പറയുന്നത് കേൾക്കൂ. ശൈത്താന്മാരിൽ ഏറ്റവും വലിയ ശൈത്താൻ മനുഷ്യ ഹൃദയങ്ങളിൽ വസ്വാസ് ഉണ്ടാക്കുന്ന ശൈത്താന്മാരാകുന്നു. അത് ചിലപ്പോൾ വ്യക്തിയാകും, അത് ചിലപ്പോൾ സംഘടനയാകും. ചില സംഘടനകൾ വസ്വാസിന് വേണ്ടി നടക്കും. 1 ലക്ഷം വസ്വാസ്. അതെ, ജനമനസ്സുകളിൽ വസ്വാസുണ്ടാക്കുന്ന വിഘടിത നേതാവ് അമ്പലക്കടവ് മൗലവി പറയുന്നത് കാണൂ. കോഴിക്കോട് നാഷണൽ ദഅവ കോൺഫറൻസ് നടക്കുകയാണ്. പ്രവർത്തകരുടെ അഭിപ്രായമനുസരിച്ച് പരസ്യമായി സ്റ്റേറ്റ് ഓഫീസിൽ വിളിച്ചു കാന്തപുരത്തിനെ. ഈ വിഷയം പറഞ്ഞ് പരിചയപ്പെടുത്തിയപ്പോൾ കാന്തപുരത്തിന് ടെലിഫോൺ കൊടുത്തു. കാന്തപുരത്തോട് വിഷയത്തെക്കുറിച്ച് പറഞ്ഞു. പ്രവാചക തിരുമേനിയുടെ മുടി ചുരുക്കി പറയട്ടെ, എവിടെ നിന്ന് കിട്ടി? ജസ്റ്റ് അതിന്റെ ഒരു വിശദീകരണം തന്നാൽ കുഴപ്പമില്ലായിരുന്നു. ഒരു വിവാദം ഒരു പ്രദേശത്തിനായി നമുക്ക് ഉറപ്പിച്ച് പറഞ്ഞുകൂടെ? നബിയുടെ മുടി അവിടെ ഉണ്ടെന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൂടെ? അതിനു വേണ്ടി ചോദിക്കുകയാണ്. അപ്പൊ അദ്ദേഹം പരിചയം പുതുക്കി. ആ മോനിപ്പോ എവിടെയാണ് ജോലി ചെയ്യുന്നത്? എന്തൊക്കെയാണ് മാൻ മുസ്ലിങ്ങളുടെ വിശേഷങ്ങൾ? വളരെ വിശാലമായി വാചാലമായി സംസാരിച്ച കാന്തപുരം നബി തങ്ങളുടെ മുടിയുടെ ഫലായിലും പുണ്യങ്ങളും ഇങ്ങനെ പറയാൻ തുടങ്ങി. 5-10 മിനിറ്റ് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഉസ്താദെ നിങ്ങളോട് ചോദിച്ചത് അത് എവിടുന്ന് കിട്ടി? അതിന്റെ കൃത്യമായ ഒരു പരമ്പര, ഒരു സിൽസില ഒന്ന് പറയാൻ പറ്റുമോ? ആ സിൽസില ഒന്ന് കാണിച്ചു തന്നാലും മതി. നമുക്ക് ആ സനത് കാണിച്ചു തന്നാൽ പ്രതികൾക്ക് മുമ്പിൽ ഒരു കാണിച്ചു കൊടുക്കാലോ. അതെങ്ങനെ മോനെ, സനദിലെ ആൾക്കാരൊക്കെ മരിച്ചുപോയില്ലേ, അവരെങ്ങനെ കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞു. അയാളുടെ സ്ഥിരം അടവാ. ഞാൻ പറഞ്ഞു, ഉസ്താദെ പറഞ്ഞത് ആ സനദിലെ ആൾക്കാരെ കാണിച്ചു കൊടുക്കുന്നല്ല, അതിന്റെ ഫോട്ടോ കോപ്പി ആ പരമ്പര തന്നാൽ കാണിച്ചു തന്നാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. ആള് പറഞ്ഞു, അങ്ങനെ പ്രശ്നം ഞാൻ കാണിച്ചു കൊടുക്കാൻ മോനെ, വിവാദം വരട്ടെ. അങ്ങനെ നല്ല നിലക്ക് സംസാരിച്ച് ടെലിഫോൺ ചെയ്ത കാന്തപുരം ഫോൺ വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും തിരിച്ചെന്നെ വിളിച്ചു. കോഴിക്കോട് ഓഫീസിൽ വിളിച്ചിട്ട് എന്നെ ആവശ്യപ്പെട്ടു. ഫോൺ വാങ്ങി. അദ്ദേഹം പറഞ്ഞു, മോനെ പിന്നെ മുജാഹിദ് ജമാഅത്ത് ഈ പ്രശ്നത്തിൽ വിവാദം ഉണ്ടാക്കി അതിന്റെ സനത് ആവശ്യപ്പെട്ടുകൊണ്ട് മോൻ അവരോട് കൂട്ടിക്കൊണ്ടുവരണ്ട. കാരണം അവരെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് കാര്യമില്ല, അവരൊന്നും എത്ര സത്യം പറഞ്ഞാലും മനസ്സിലാക്കാത്ത വിഭാഗമാണ്. പിന്നെ ഇതിന്റെ സനതൊന്നും ആവശ്യപ്പെട്ട ആ വിഷയമല്ല, അതൊരു തബറുക്കിന്റെ വിഷയമല്ലേ. ഇഷ്ട വിശ്വാസമുള്ള ആൾക്കാർ വിശ്വസിച്ചോട്ടെ, ബർക്കത്തെടുത്തോട്ടെ, അല്ലാത്ത ആളുകൾ ബർക്കത്തെടുക്കാൻ വരേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആദരണീയരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധമായ മുടി എവിടെ നിന്ന് എന്ന് ഈ നിമിഷം വരെ പറയാൻ തയ്യാറാകാത്ത കാന്തപുരം ശൈത്താന്റെ സ്വാധീനം എന്നിൽ ഉണ്ടാവുന്നുണ്ടോ എന്ന് ഞാൻ എന്നോട് തന്നെ ആത്മവിമർശനം നടത്തണം. എൻ്റെ കാര്യങ്ങൾ പിഴവ് വരുന്നുണ്ടോ ഇടക്കിടക്കൊന്ന് പരിശോധിക്കുക. സെൽഫ് ടോക്ക് എന്ന് പറയും. അങ്ങോട്ടും അവനവനോട് ഞാൻ വർത്തമാനം പറയാം. ഇത് ഏകദേശം ആളുകൾ ചെയ്യൂല. ഒന്ന് ഒറ്റക്ക് ഇരുന്ന് ചിന്തിക്കുക, ഞാൻ ഈ വിഷയത്തിൽ ഇറങ്ങിയതിൽ അപകടം വന്നോ എന്ന്, ഞാൻ എൻ്റെ അപകടം പറ്റിയിട്ടുണ്ടോ ഒന്ന്. ഇക്കഴിഞ്ഞ റബീഉൽ അവ്വലും ആ മുടിയിട്ട വെള്ളം വ്യാജമായ മുടി ഇട്ട് ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. എല്ലാത്തിനും തട്ടിപ്പ്. ഓ അമ്പലക്കടവ് മൗലവി, താങ്കൾ ഇതുവരെ പറഞ്ഞത് എന്താണ്? എത്ര ശുദ്ധമായ കളവാണിത് എന്റെ പ്രിയപ്പെട്ടവരെ. ശുദ്ധമായ കളവ് എന്ന് പറഞ്ഞാൽ പോരാ, കല്ല് വെച്ച നുണാന്ന് പറയാറുണ്ട്, ഇപ്പൊ പരിഷ്കരിച്ച് പാറ വെച്ച നുണാന്ന് പറയാറുണ്ട്. അമ്പലക്കടവ് മൗലവി, താങ്കൾ പറഞ്ഞതോ കല്ല് വെച്ച അമ്പരപ്പിക്കുന്ന നുണ തന്നെയാണോ? നിങ്ങൾ കേൾക്കൂ കാന്തപുരം ഉസ്താദ് പറയുന്നത്. ഈ മലപ്പുറത്ത് നടന്ന ഒരു പ്രസംഗത്തിന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഅർ മുബാറക്കിനെ സംബന്ധിച്ച് ഒരു വിദ്വാൻ പറഞ്ഞത് ഞാൻ കേട്ടു. അതിൽ ഒന്ന് സത്യമുണ്ട്, ബാക്കിയുള്ളതൊക്കെ കളവ്. ഏതാണ് സത്യം? എനിക്ക് ഫോൺ ചെയ്തു എന്നത് സത്യമാണ്. എനിക്ക് ഫോൺ ചെയ്തു. ആരാണ് എന്ന് ചോദിച്ചു. ആളെ പേര് പറഞ്ഞു.
അപ്പോ ഞാൻ ചോദിച്ചു, എന്താണ് എനിക്കിപ്പോഴും ഫോൺ ചെയ്യുന്നത്? അത് നമ്മൾ തമ്മിൽ സംഘടനാപരമായി അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഞാൻ നിങ്ങളുടെ ഒരു മുഹബ്ബീങ്ങളെ കൂട്ടത്തിൽ പെട്ടതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മുഹിബായാലും അല്ലാതായിരുന്നാലും എന്താണ് ഫോൺ ചെയ്ത കാര്യം പറയുക എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങളെ മർക്കസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുടി ഉണ്ട് എന്ന് കേട്ടു. നബിയുടെ മുടി എന്നാണ് അയാൾ ചോദിച്ചത്. ഞാൻ സലാത്തിൽ ഇനേ ഉള്ളൂ. നബിയുടെ മുടിയുണ്ട് എന്ന് കേട്ട് ഞാൻ പറഞ്ഞു, ഉണ്ട്. അതിന് വല്ല സനദും ഉണ്ടോ? ഉണ്ട്. അതെന്താ ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സനദ് ഇങ്ങനെ ടെലിഫോണിലൂടെ വിതരണം ചെയ്യുന്ന ഒരു സാധനം അല്ല. സനദ് എന്ന് പറഞ്ഞാൽ പരമ്പര. ആ പരമ്പര ഉള്ളത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഞാൻ അവിടെ സിഹാഹുസിത്ത് ഓതിക്കൊടുക്കാറുണ്ട്. അത് അയാളോട് പറഞ്ഞതല്ല, ഞാനോട് പറഞ്ഞത് ഇത്ര മാത്രം. ഞാൻ അവിടെ ഹദീസ് ഓതിക്കൊടുക്കാറുണ്ട്, ഞാനവിടെ ഫിഖ് ഓതിക്കൊടുക്കാറുണ്ട്, തഫ്സീർ ഓതിക്കൊടുക്കാറുണ്ട്. അങ്ങനെ ഓതിക്കൊടുക്കുന്നതിൻ്റെ ഒക്കെ സനദ് അവിടെ വരുന്ന വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കും. നിങ്ങൾക്ക് ഇതിൻ്റെ സനദ് വേണമോ, മർക്കസിൽ വരൂ, ഞാൻ കാണിച്ചു തരാം. ഇത് പറഞ്ഞ് ഫോൺ വെച്ചതാ. പിന്നെ വേറെ ഒരക്ഷരം എന്നോട് പറഞ്ഞിട്ടില്ല, പിന്നെ വിളിക്കാന്നും പറഞ്ഞിട്ടില്ല, പോകാന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് പറഞ്ഞ് ഫോൺ വെച്ചതാ. പിന്നെ വേറെ ഒരക്ഷരം എന്നോട് പറഞ്ഞിട്ടില്ല, പിന്നെ വിളിക്കാന്നും പറഞ്ഞിട്ടില്ല, പോകാന്നും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി ഇതാ അമ്പലക്കടവിന്റെ അമ്പരപ്പിക്കും നുണകൾ പല സ്റ്റേജുകളിലായി ആവർത്തിക്കുന്നത് കാണൂ. നമുക്ക് ധൈര്യമായി 4 ദിവസം കഴിഞ്ഞിട്ട് കാന്തപുരം വന്നിട്ട് വീണ്ടും കോഴിക്കോട് ഓഫീസിൽ നമ്മുടെ പ്രവർത്തകന്മാർ ഒരുമിച്ച് ഞങ്ങൾ വിളിച്ചു. കാന്തപുരത്തിന് ഫോൺ കൊടുത്തു. കാന്തപുരവുമായി നീണ്ട സംസാരം. നമ്മൾ ഈ സംശയം ചോദിച്ചപ്പോൾ ഉസ്താദ് എവിടുന്ന് കിട്ടി, എന്താണ് ഇതിന്റെ സ്ഥിതി, ഇതിന്റെ യാഥാർത്ഥ്യ നിജസ്ഥിതി എന്താണ്? അദ്ദേഹം നീണ്ട സംസാരം 10-15 മിനിറ്റ് സംസാരിച്ചിട്ടും ഇത് എവിടുന്ന് കിട്ടിയെന്ന് മാത്രം പറഞ്ഞില്ല. മുടിന്റെ പുണ്യങ്ങൾ ഒരുപാട് ഹദീസിലുള്ളത് പറഞ്ഞു. ലാസ്റ്റ് പറയുന്നില്ല. എങ്ങനെ വെച്ചാലും പറയില്ലാന്ന് കണ്ടപ്പോ, മോനെ അതൊക്കെ നമുക്ക് ആവശ്യമാകുമ്പോൾ നമുക്ക് പറയാം, എന്തായാലും പ്രശ്നം ചോദിച്ചു. വളരെ വിശ്വാസമായി കിട്ടിയ മോനെ സംശയിക്കണ്ടോ? ഞാൻ ഉസ്താദ് എന്റെ സംശയമല്ല, ഒരു ക്യാമ്പ് നടത്തുകയാണെങ്കിൽ, ഒരു ക്ലാസ് നടത്തുകയാണെങ്കിൽ സംശയം ചോദിക്കും, മുജാഹിദ് ചോദിക്കുകയാണ്, അവിടെ കാരന്തൂരിൽ നബി തങ്ങളെ മുടി ഉണ്ട് എന്നാണ്, എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ നമുക്ക് സത്യം പറയാൻ പറ്റുള്ളൂ. അത് കാന്തക്ക് ഒരു ഉസ്താദിന് ഇന്ന സ്ഥലത്ത് കിട്ടിയാൽ ഉറപ്പിച്ച് നമുക്ക് പറയാൻ ധൈര്യം കിട്ടണമെങ്കിൽ അതൊന്ന് കൃത്യമായി അറിയാനാണ്, അല്ല നിങ്ങളെ തള്ളി പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത് പറഞ്ഞു. അപ്പൊ മൂപ്പർ പറഞ്ഞു, മോനൊരു കാര്യം ചെയ്യുന്നാല് നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം, ഒരു വഹാബി മൗദൂദി ഒരു പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ മോൻ അവരെയും കൂട്ടിക്കിട്ട് വന്നോ, നമുക്ക് അതിന്റെ സനത് എവിടുന്ന് കിട്ടി കൃത്യമായി അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക, കാണിച്ചു കൊടുക്കാറുണ്ട്. എന്നാ ശരി ഉസ്താദെ, അസ്സലാമു അലൈക്കും, ഫോൺ വെച്ചു. 10 മിനിറ്റ് കഴിഞ്ഞ് മൂപ്പര് വീണ്ടും തിരിച്ചു വിളിക്കുക, എന്നെ കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തു. പിന്നെ അയാൾ പറയുന്നിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ച് ഇങ്ങോട്ട് ഈ മുജാഹിദിനെ ഒന്നും കൂട്ടി വരരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നെ വിളിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. എന്നാലും മുജാഹിദിനെ കൂട്ടാണ്ട് വന്നൂടായിനോ? നാഷണൽ ദഅവ കോൺഫറൻസിലൊക്കെ അപ്പോഴേക്ക് 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. അവിടെ വെച്ച് നമ്മുടെ ആൾക്കാർ പറഞ്ഞു, നാസർ മിസ്സിക്ക് ഒന്ന് വിളിച്ചു നോക്കിയല്ലേ വെച്ചു. വിളിക്കാറുള്ളൂ, വിളിച്ചു വരും തന്നെയല്ലേ, വിളിച്ചു. ഫോൺ ഇയാൾക്ക് 10 മണിക്ക് കൊടുക്കാറുള്ളൂ. 10 മണിക്ക് മൊബൈൽ ഒന്ന് കൊടുത്തു. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഉസ്താദേ നമ്മൾ പണ്ട് കാലത്ത് വലിയ ബന്ധമായിരുന്നു, പിന്നെ ആദർശ രംഗത്ത് ഇപ്പോഴും നമ്മൾ 1-2 സംഘടനയെന്നേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ ഒരു ആദർശ രംഗത്ത് ഒരു പ്രശ്നം, എവിടെ ചെന്നാലും ഒരു ചോദ്യം ചോദിക്കുന്നത് നബിന്റെ മുടി മർക്കസിലുണ്ട്, പക്ഷെ നമുക്ക് ഉറപ്പിച്ചതിനെ പറ്റി ചോദിക്കുമ്പോൾ അതിന് സനതുണ്ടോ, അത് എവിടുന്ന് കിട്ടി, അതിന്റെ പരമ്പര പറയാൻ പറ്റുമോ, നബിയിലേക്ക് എത്തുന്ന ചോദിക്കുമ്പോൾ ഒരു മറുപടി പറയാൻ, ഉറപ്പ് പറയാനേ, അതിന് നിജസ്ഥിതി അറിയാനാ ഉസ്താദിനെ വിളിച്ചത്. നേരത്തെ സി ഫൈസിനെ വിളിച്ചത് ഉസ്താദ് വരും എന്ന് പറഞ്ഞപ്പോൾ കാത്തിരുന്നതാണ്, ഉസ്താദിനെ വിളിക്കുകയാണ് പറഞ്ഞു. ആ മോനെ എന്താ സംശയം, റസൂലുള്ളാഹിന്റെ മുടിവിടെ ഉണ്ടല്ലോ, എന്തൊക്കെയാണ് മോന്റെ വിശേഷങ്ങൾ? ടെലിഫോൺ ചെയ്തവരോട് മുഴുവനും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മർക്കസിൽ വന്നാൽ കാണിച്ചു തരുമെന്ന്. അങ്ങനെ വന്നിട്ടുള്ള ആൾ ആരും ഇതുവരെ അങ്ങനത്തെ ആൾ വന്നിട്ടില്ല. നമ്മുടെ ശിഷ്യന്മാർ വന്നിട്ടുണ്ട്, പേരോട് വന്നിട്ട് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. വേറെ ശിഷ്യന്മാർ വന്നിട്ടുണ്ട്, അവർക്ക് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വന്നവർക്ക് കാണിച്ചു കൊടുത്തു, വരാത്തവർക്ക് ഇങ്ങനെ വിളംബരം ചെയ്ത് നടക്കേണ്ട ആവശ്യമില്ല. അപ്പൊ സനദ് എന്ന് പറയുന്നത് അതൊരു അടിസ്ഥാനമാണ്, ഒരു രേഖയാണ്. ആ രേഖ ഫോണിലൂടെ പറഞ്ഞു കൊടുക്കാനുള്ളതല്ല. ഇത് ഇന്നും മനസ്സിലാകാത്തവരാണോ ഇവർ? ചോദിക്കട്ടെ, നിങ്ങളെ വീട്ടിനൊക്കെ ആധാരമില്ലേ? അതതിന്റെ സനദ. പറമ്പില്ലേ? അതിന്റെ സനദ.
ആ സെനത് നിങ്ങൾ ഇങ്ങനെ വായിക്കല ഫോണില്? അതൊരു കോടതിയിൽ വേണ്ടി വന്നാൽ ഒരാൾക്ക് അതിന്റെ പകർപ്പ് കിട്ടണമെങ്കിൽ അവിടെ പോയി രജിസ്റ്റർ ഓഫീസിൽ തന്നെ കിട്ടണമെങ്കിൽ പൈസ അടിച്ച് ഒരുപാട് ബഹുമാനിക്കണം, എന്നാലേ കിട്ടുള്ളൂ. ഇനി ഇയാളെ കിട്ടണമെങ്കിലോ അതിനേക്കാളും ബഹുമാനിക്കണം, എന്നാലേ കിട്ടുള്ളൂ. അതല്ലേ സെനത്. സെനത് എന്ന് പറഞ്ഞാൽ അതിന്റെ ആധാരം. ആ ആധാരം അങ്ങനെ ആരെങ്കിലും പറയുമ്പോഴേക്ക് വായിച്ചു കൊടുത്താൽ അതിനുള്ള അതവ് അറിയും. ഇല്ലാഞ്ഞിട്ടല്ല. ഇതാ ഈ സ്റ്റേജ് മുന്നിലൊക്കെ ഉസ്താദിനെ സ്നേഹിക്കുന്ന വൈബ്യങ്ങൾ അഹങ്കാരങ്ങളും സെനത് വേണമെങ്കിൽ എല്ലാവരും നോക്കിക്കോളി. ഉസ്താദിന്റെ നേരെ അപ്പുറത്തും ഉസ്താദ് അവറുകൾക്ക് മുടി, ഷറഫാക്കപ്പെട്ട മുടി വടക്കേ ഇന്ത്യയിൽ നിന്ന് കൈമാറിയ മൗലാന ഇഖ്ബാൽ വലീദ് അലിയാവാല എന്ന മഹാൻ മുതൽക്ക് ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു വഴിയായും അതുപോലുള്ള മഹാന്മാർ വഴിയായും എല്ലാം ഉള്ള ഈ സനദ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ഇതിൽ ഖുതുബുൽ അഖ്താബ് ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു തങ്ങളെ പേരും ഇടക്ക് കാണാം. അങ്ങനെ ഉസ്താദ് മുതൽക്ക് സാദാത്യങ്ങൾ ഓരോരുത്തരുടെയും പേര് അവസാനം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൽ എത്തുന്നു. ആ സനദ് ആദ്യം മുതൽ അവസാനം വരെ ഞങ്ങളുടെ കയ്യിലുണ്ട്. പക്ഷേ ഇത് വലിച്ചെറിയാനുള്ളതല്ല. താങ്കൾക്ക് വേണേ നോക്കിക്കോളി. ഇത് വലിച്ചെറിയാനുള്ളതല്ല. ഇല്ല എന്ന് ആരെങ്കിലും പറഞ്ഞ് ആഖിറത്തിൽ കുടുങ്ങണ്ട. ആർക്കെങ്കിലും അപ്പുറത്തെ സമസ്ത, ഞങ്ങൾ കഴിഞ്ഞ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറ, ആ മുശാവറയിൽ ഞങ്ങൾ പത്രത്തിൽ കൊടുത്ത റിപ്പോർട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. എന്താ കൊടുത്തത്? അനാവശ്യ വിവാദം വലിച്ചിടേണ്ടതില്ല, ഔദ്യോഗികമായി സംശയം തീർക്കാനുള്ള അവസരം എപ്പോഴുമുണ്ട്. ഔദ്യോഗികമായി അപ്പുറത്തെ സമസ്തയിലുള്ള പണ്ഡിതന്മാർക്ക് സംശയം തീർക്കണോ, അവർക്ക് കാണണോ, അപ്പുറത്തെ സംഘടനയിലുള്ളവർക്ക് കാണണോ, ഞങ്ങൾ മോനെ എന്നെ വിളിക്കൂ, മോനെ എന്നെ വിളിക്കും. പ്രായം കുറഞ്ഞവരെ, പ്രായമുള്ള ആളുകളെ ഞങ്ങൾ മോനെ എന്ന് വിളിക്കൂല. ഇപ്പൊ അപ്പുറത്തെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദ് ഉണ്ട്, അദ്ദേഹത്തെ ഞങ്ങൾ മോനെ എന്ന് ഞാൻ വിളിക്കൂല. അദ്ദേഹത്തിന്റെ ആദരവ് കൊടുക്കും. അങ്ങനെയാണ് ഇരിക്കട്ടെ. അപ്പൊ സനത് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല, അത് പച്ചക്കള്ളമാണ്. സനത് ഇവിടെയുണ്ട്. ആർക്ക് വേണമെങ്കിലും മർക്കസിൽ എന്നാ കാണിച്ചിരുന്നു. ഉസ്താദിനെ ബുദ്ധിമുട്ടിക്കണ്ട, ഞാനിവിടെ ഉസ്താദിന് കുറെ 10,000 ശിഷ്യന്മാരില്ലേ, ഉസ്താദിന് ഈ പ്രായമുള്ള കാലത്ത് ബുദ്ധിമുട്ടുന്നു. ഞാനുണ്ട്, സിറാജുൽ ഹുദയിൽ. ആർക്ക് ഔദ്യോഗികമായിട്ട് വരണേ? ഓ മിസ്റ്റർ കാസിമി, കല്ലും പാറയും വെച്ച അമ്പരപ്പിക്കുന്ന നുണ പറഞ്ഞ അമ്പലക്കടവിനോട് താങ്കൾക്ക് വല്ലതും പറയാനുണ്ടോ? പഠിച്ചോൻ അങ്ങനെ ചോദിക്കൂല, പഠിക്കാതെ ചോദിക്കണില്ല അർത്ഥമില്ല. ഒരാള് ഒന്നുമില്ല ഇല്ല എന്ന് പറയുന്നത് എന്താ അർത്ഥമുള്ളത്? ഞാൻ പറയാണ് അമേരിക്ക ഇല്ല, ഞാൻ പറയാണ് ലണ്ടൻ ഇല്ല, അമേരിക്ക ഇല്ല, സ്വിറ്റ്സർലാൻഡ് ഇല്ല, ഫ്രാങ്ക്ഫർട്ട് ഇല്ല, ലക്സംബർഗ് ഇല്ല. എന്താ തെളിവ്? ഞാൻ കണ്ടിട്ടില്ല. അത് തെളിവാ? അത് തെളിവാ? ഒക്കെ പറയാൻ ഉണ്ടെങ്കിൽ ഞാൻ കാണണ്ടേ? ഞാൻ അതൊന്നും കണ്ടിട്ടില്ല. കാണുന്നുള്ള വിചാരമല്ല, അറിയുന്ന എനിക്ക് പോവാൻ. അത് തെളിവാണോ മച്ചന്മാര്? അമേരിക്ക എല്ലാം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ കാണണ്ടേ? തെളിവാ? ലണ്ടൻ ഇല്ല, ലക്സംബർഗ് ഇല്ല, ഫ്രാങ്ക്ഫർട്ട് ഇല്ല, റിയാനൻ സ്ക്വയർ ഇല്ല. ഇതൊന്നും എന്താ ഇതിന്റെ തെളിവ്? ഉണ്ടെങ്കിൽ ഞാൻ കാണണ്ടേ? തെളിവല്ലല്ലോ സഹോദരങ്ങളെ. പരിശോധിക്കും മുസ്ലിമീങ്ങളെ. ആ സിൽസില കാണിച്ചെന്നാലും മതി, നമുക്ക് ആ സനത് കാണിച്ചെന്നാൽ പ്രതികൾക്ക് മുമ്പിൽ ഒരു കാണിച്ചു കൊടുക്കാലോ. അത് തെളിവാണോ മച്ചന്മാര്? അമേരിക്ക എല്ലാം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ കാണണ്ടേ? തെളിവാ? ആ സിൽസില കാണിച്ചെന്നാലും മതി, നമുക്ക് ആ സനത് കാണിച്ചെന്നാൽ പ്രതികൾക്ക് മുമ്പിൽ ഒരു കാണിച്ചു കൊടുക്കാലോ. അത് തെളിവാണോ മച്ചന്മാര്? അമേരിക്ക എല്ലാം ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ കാണണ്ടേ? തെളിവാ? ലണ്ടൻ ഇല്ല, ലക്സംബർഗ് ഇല്ല, ഫ്രാങ്ക്ഫർട്ട് ഇല്ല, റിയാനൻ സ്ക്വയർ ഇല്ല. ഇതൊന്നും എന്താ ഇതിന്റെ തെളിവ്? ഉണ്ടെങ്കിൽ ഞാൻ കാണണ്ടേ? തെളിവല്ലല്ലോ സഹോദരങ്ങളെ. പരിശോധിക്കും മുസ്ലിമീങ്ങളെ, പരിശോധിക്കും മുസ്ലിമീങ്ങളെ. നിങ്ങൾക്ക് ഇതിന്റെ സനത് വേണമോ? മർക്കസിൽ വരൂ, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇതിന്റെ സനത് വേണമോ? മർക്കസിൽ വരൂ, ഞാൻ കാണിച്ചു തരാം. മർക്കസിൽ ആദ്യമായി ബറക്കാത്തി സാദാത്യങ്ങൾ മുഖേന സനദോടുകൂടെ ലഭിച്ച ഷെഅറെ മുബാറക്കിനെ കുറിച്ച് കാന്തപുരം ഉസ്താദ് പറയുന്നത് കേൾക്കൂ. എന്റെ കയ്യിൽ മർക്കസ് തഖാഫത്ത് സുന്നിയയിൽ ഷെഅർ മുബാറക്ക് ഉണ്ട് എന്ന് മാത്രമല്ല, പരിശുദ്ധ മക്കയിൽ നിന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലവി മാലിക്കി തങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് ഒരിക്കൽ എനിക്ക് ഷെഅർ മുബാറക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു.
അതിനുശേഷം അവരിവിടെ SYSന്റെ സമ്മേളനത്തിന് വന്നപ്പോൾ മഹാനവറുകളോട് ഞാൻ പറഞ്ഞു, എന്റെ കയ്യിൽ ഒരു ഷെയർ മുബാറക്ക് ഉണ്ട്, അതിന്റെ സനദ് ഇതാ എന്ന് പറഞ്ഞിട്ട് ഞാൻ മുതൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷെയറിന്റെ കഷ്ണം ഹജ്ജത്തുൽ വദാഇൽ വെച്ച് വിതരണം ചെയ്ത ആൾ വരെ ഉള്ള പരമ്പര അവിടെ ടൈപ്പ് ചെയ്ത് എന്റെ റൂമിൽ വെച്ചത് ബഹുമാനപ്പെട്ടവർക്ക് ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ എന്നോട് ചോദിച്ചത്, അതഅ്ദനുലി അൻ ഉഖബ്ബിലഹു, ഈ മുടിയൊന്ന് ചുംബനം ചെയ്യാൻ എനിക്ക് സമ്മതം തരുമോ? ഞാൻ പറഞ്ഞു, അൽഫമറ, 1000 വട്ടം സമ്മതമാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് മാലിക്കി തങ്ങൾ ആ ഷഅർ മുബാറക്ക് ചുംബനം ചെയ്തു. അതിനുശേഷം അവിടെ വന്ന അയൽമീകൾ, ഈ കഴിഞ്ഞ സമ്മേളനത്തിന് വന്ന പരിശുദ്ധ മക്കയിലെ ഏറ്റവും വലിയ പണ്ഡിതനായ സയ്യിദ് ഉമർ അൽ ജീലാനി, ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ വലിയ പണ്ഡിതൻ, അദ്ദേഹം വന്നപ്പോൾ തന്നെ എന്നോട് ചോദിക്കുന്നു, നിങ്ങളെടുക്ക ഷെയർ മുബാറക്ക് ഉണ്ട് എന്ന് എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, അതെവിടെ? അത് കാണിച്ചു കൊടുത്തു, അതിന്റെ സനദ് കാണിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹം തന്നെ ഹബീബ് അലി ജിബ്രിയെ വിളിച്ചു, ബഹ്റൈനിൽ നിന്ന് ഉലമാക്കളെ വിളിച്ചു. എല്ലാ ഉലമാക്കളും വന്ന് സമ്മേളനം കഴിഞ്ഞതിന്റെ ശേഷം നേരം വെളുക്കുന്നത് വരെ ആ ഷെയർ മുബാറക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹിന്റെ മൗലിദ് സുബഹി ബാങ്ക് കൊടുക്കുന്നത് വരെ അവർ നിർവഹിച്ചു. എന്നിട്ട് ആ ഷെയർ മുബാറക്ക് ചുംബനം ചെയ്തുകൊണ്ട് അവരെല്ലാവരും അതിന്റെ സനദ് നോക്കുകയും അത് ശരിയാണെന്ന് സമ്മതിക്കുകയും അവരുടെ അറിവ് അതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്രയും പരിപൂർണമായ സനദോടുകൂടി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയതാണ് ആ ഷെയർ മുബാറക്ക്. ഈ പറയുന്ന ആളുകളോട് അത് സ്വീകരിക്കാൻ നമ്മൾ നിർബന്ധിച്ചിട്ടില്ല, അവരോട് ചെന്ന് പറഞ്ഞിട്ടില്ല, അവർക്ക് യാതൊരു ക്ഷണവും കൊടുത്തിട്ടില്ല. എൻ്റെ അടുക്കൽ ഷെയർ മുബാറക്ക് ഉണ്ട്, അതുകൊണ്ട് നിങ്ങളൊക്കെ വരണം എന്ന് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞിട്ടില്ല. നാം അത് വിളംബരം ചെയ്തു. അല്ലാഹുവിന്റെ ഹബീബ് ഹജ്ജത്തുൽ വദാഇൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഷഅർ, അവിടുത്തെ തലയിലെ മുടി കളയിപ്പിച്ചുകൊണ്ട് അബൂ തൽഹത്തുൽ അൻസാരി തങ്ങളുടെ കയ്യിലേക്ക് കൊടുത്തു. ആദ്യം വലഭാഗത്തെ മുടി കൊടുത്തു, പിന്നെ ഇടഭാഗത്തെ മുടിയും കൊടുത്തു. അതിനുശേഷം വലഭാഗത്തെ മുടിയിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഇഖ്സിംഹു ബൈനന്നാസ്, അത് മനുഷ്യർക്കിടയിൽ വിഭജിച്ചു കൊടുക്കൂ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞപ്പോൾ അതാ 1,40,000-ൽ പരന്നുന്ന സഹാബികൾക്കിടയിൽ മുടികൾ കഷ്ണം കഷ്ണമാക്കി മുറിച്ചുകൊണ്ട് അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു വിതരണം ചെയ്തു. ആ വിതരണം ചെയ്ത മുടിക്കഷ്ണങ്ങൾ സഹാബികൾ സൂക്ഷിച്ചു, പിന്നെ താബിഈകൾ സൂക്ഷിച്ചു, തബഅത്താബിഈകൾ സൂക്ഷിച്ചു, അങ്ങനെ ആരിഫീങ്ങൾ സൂക്ഷിച്ചു. ബഹുമാനപ്പെട്ട ഖുത്ബുൽ അഖ്താബ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വരെ അവിടെ സൂക്ഷിച്ചു. അവിടെ നിന്ന് സൂക്ഷിച്ച മുടികളിൽ ഒരു കഷ്ണം ബഹുമാനപ്പെട്ട ഖുത്ബുദ്ദീനുൽ ഫിർദൗസി, പരിശുദ്ധ ദീനിന്റെ ഏറ്റവും വലിയ പ്രചാരകനും മുറബ്ബിയായ ശൈഖുമായിരുന്ന ഖുത്ബുദ്ദീനുൽ ഫിർദൗസി റളിയല്ലാഹു അൻഹു, അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് ഡൽഹിയിലാണ്. ആ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖുത്ബുദ്ദീനുൽ ഫിർദൗസി തങ്ങളുടെ വഴിക്ക് ബഹുമാനപ്പെട്ട മർഹറ ഷരീഫിൽ ഇന്നും നിലകൊള്ളുന്ന മഹാന്മാരായ ബറകാത്തി സയ്യിദന്മാർ അവരുടെ കുടുംബ പരമ്പരയിലൂടെ എനിക്ക് നേരിട്ട് ലഭിച്ചതാണ് മർക്കസിലുള്ള ഷെയർ മുബാറക്ക്. എന്തിനു സഹോദരങ്ങളെ, ഈ ഷെയർ മുബാറക്കിലേക്ക് കയറണം.
അള്ളാഹുവിന്റെ ഹബീബിന്റെ ഷറഫാക്കപ്പെട്ട 2-3 കഷ്ണം മുടികൾ അവിടെ ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്കെന്താണ് ദോഷം? മറ്റൊന്നുമല്ല, ബിദഈ പ്രസ്ഥാനക്കാർ അതിനെ ശക്തമായി എതിർക്കുന്നവരും ചവിട്ടിത്താഴ്ത്തുന്നവരുമാണ്. അതുപോലെ അവർക്ക് ചൂട്ടുപിടിച്ചു കൊടുക്കാൻ മറ്റൊരു ശൈലിയിൽ ഈ ആളുകൾ പോയി എന്നല്ലാതെ മറ്റൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളെ തെറ്റിദ്ധാരണയിൽ നിങ്ങൾ കൊടുക്കണ്ട. ഇനി ഇതാ തിരുനബിയുടെ മറ്റൊരു തിരുകേശം അൻസാരി പരമ്പരയിൽപ്പെട്ട ഷെയ്ഖ് ഖസ്റജി ഖമറുൽ ഉലമക്ക് നൽകുന്ന രംഗം നിങ്ങളൊന്ന് കാണൂ. ആ സത്യത്തിന്റെ വർത്തമാന പുലർച്ചയും കാഴ്ചയുമാണ് മർക്കസ് 33-ാം വാർഷിക സമാപന സമ്മേളന വേദിയിൽ ദൃശ്യമായത്. ദുബൈ ഔഖാഫ് ഹെറിറ്റേജ് മേധാവിയും അൻസാർ കുടുംബാംഗവുമായ ഷെയ്ഖ് ഖസ്റജി കാന്തപുരത്തിന്റെ കരങ്ങളിലേക്ക് തിരുകേശം ആദരവോടെ കൈമാറി. കേരള ജനതയ്ക്കൊപ്പം ഷെയ്ഖുന കാന്തപുരം അത് ഹൃദയധന്യതയോടെ നെഞ്ചേറ്റി മാറോട് ചേർത്തു. മർക്കസ് അങ്ങനെ പ്രവാചക സ്നേഹത്തിന്റെ സാഗരത്തിൽ ലയിച്ചു ചേർന്നു. ഇന്ന് പ്രവാചക തിരുശേഷിപ്പിന്റെ മുഖമുദ്രയായ തിരുകേശം സൂക്ഷിക്കുന്ന പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി മർക്കസും ലോകതലത്തിൽ രേഖപ്പെട്ടു കഴിഞ്ഞു. തിരുനബിയുടെ തിരുകേശം കാന്തപുരത്തിന്റെ കരങ്ങളിലേക്ക് ദുബായ് ഔഖാഫ് ഹെറിറ്റേജ് മേധാവി ഷെയ്ഖ് ഖസ്റജി ഏൽപ്പിക്കുമ്പോൾ കാന്തപുരവും മർക്കസും ഒരിക്കൽ കൂടി ചരിത്രത്തിലേക്ക് നടന്നു കയറി. ആത്മീയ സാഫല്യത്തിന്റെ നെറുകയിലേക്ക്, പ്രവാചകാനുഗ്രഹത്തിന്റെ പ്രകാശപ്പൊലിമയിലേക്ക്, തിരുശേഷിപ്പിന്റെ ബറക്കത്തിലേക്ക്. ആ നിമിഷം സമുദ്രസമാനരായ സദസ്സ് ഒരേ ശബ്ദത്തിൽ വിശ്വാസ ചൈതന്യത്തിന്റെ നിറസാഫല്യത്തെ നെഞ്ചേറ്റി ഒരുമിച്ചു പാടി. شرفت المدينة مرحبا يا خير داع طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع. الله أكبر الله أكبر الله أكبر لا إله إلا الله على حبيبك خير للخلق كلهم محمد سيد الكونين والثقلين والفريقين من عرب ومن عجم مولاي مولاي صل. ഷെയ്ഖ് ഖസ്റജി
നൽകിയ ഷഅറെ മുബാറക്കിന്റെ സനദോ പരസ്യമായി അതേ സദസ്സിൽ വായിക്കുന്നത് കേൾക്കൂ. ഇത് ശൈഖ് അബൂബക്കർ അവറുകൾക്ക് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വകയിലുള്ള ഒരാദരവായിട്ടാണ് ഞാൻ ഇത് നീക്കം ചെയ്യുന്നത് എന്നുകൂടി നിങ്ങളെ ഞാൻ അറിയിക്കുകയാണ്. وسيتفضل الشريف الشيخ سيدي محمد قاضي بقراءة السند الشريف. والسلام عليكم ورحمة الله تعالى وبركاته. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യകേശം മഹാനായ ശൈഖ് അബൂബക്കറിലേക്ക് നീക്കം ചെയ്യുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ശൈഖ് സയ്യിദി മുഹമ്മദ് ഖാദി അവർകൾ അതിന്റെ സനദ് പരസ്യമായി വായിച്ചുകൊണ്ടാണ് ഇവിടെ വെച്ച് ആ മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി ശൈഖ് അബൂബക്കർ അവരുടെ കയ്യിലേക്ക് ഞാൻ കൈമാറാൻ ഉദ്ദേശിക്കുന്നത്. ഡൽഹിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആധാറുകൾ സൂക്ഷിച്ചു വരുന്ന ഷാജഹാൻ ചക്രവർത്തിയുടെ കാലം മുതലേ സൂക്ഷിച്ചു വരുന്ന പരമ്പരയിൽപ്പെട്ട സയ്യിദ് ബാഖിർ അഹമ്മദ് അവറുകളും ഈ സദസ്സിൽ പ്രത്യേകമായി ഹാജരായിട്ടുണ്ടെന്നും നേരത്തെ ഇവിടെ സയ്യിദ് ബറക്കാത്തി സയ്യിദന്മാർ മുഖേന ബഹുമാനപ്പെട്ട ശൈഖുനാ അവറുകൾക്ക് ലഭിച്ച മുടി ഇവിടെ സൂക്ഷിപ്പുണ്ടെന്നും അതിന്റെ പുറമെയാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ബഹുമാനപ്പെട്ട ഖസ്റജ് ഗോത്രത്തിൽപ്പെട്ട സഹാബത്ത് അൻസാരികളായ സഹാബത്തിന്റെ ഗോത്ര പരമ്പരയിൽപ്പെട്ട UAE ഗവൺമെന്റിന്റെ ഔഖാഫിലെ മന്ത്രിയായിരുന്ന മഹാനവറുകളുടെ മകനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. ആ മന്ത്രി സമാഹത്തിൽ ഇമാം മുഹമ്മദ് അൽ ഖസ്റജി അവരുടെ മകൻ അഹ്മദ് മുഹമ്മദ് അൽ ഖസ്റജി അവറുകളാണ് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടി ഉസ്താദ് അവറുകളുടെ കയ്യിലേക്ക് കൈമാറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതി ലഭിക്കാത്തത് കൊണ്ടായിരുന്നു ഇതേവരെ ഈ മുടി ഉസ്താദ് അവരുടെ കയ്യിലേക്ക് കൈമാറാത്തതെന്നും ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുമതി സ്വപ്നത്തിലൂടെ ലഭിച്ചതിന്റെ പേരിലാണ് ഈ മുടി നിങ്ങൾക്ക് കൈമാറുന്നതെന്നും നേരത്തെ ഉസ്താദ് അവറുകളോട് ശൈഖ് അഹമ്മദ് അവറുകൾ പറയുമ്പോൾ ഞാനും സമീപത്തുണ്ടായിരുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും എഴുന്നേറ്റ് നിന്നോളൂ, പിന്നിരുന്നോളൂ. تتجلى في هذا المجلس وهذا الجمع الكثير والجمع العظيم بشائر رسول الله صلى الله عليه وسلم، حيث قال صلى الله عليه وسلم: لا تزال طائفة من أمتي ظاهرين على الحق لا يضرهم من خالفهم حتى يأتي أمر الله. وفيه بشائر الملائكة لرسول الله صلى الله عليه وسلم، حيث قالوا لرسول الله صلى الله عليه وسلم ليلة الإسراء: إن الخير فيك وفي أمتك إلى يوم القيامة. وها أنا أقرأ لكم هذه البشارة العظيمة نيابة عن خادم الآثار سماحة الشيخ أحمد بن الشيخ محمد آل هلال الخزرجي أمير الأنصار. بسم الله الرحمن الرحيم. الحمد لله رب العالمين مالك الملك ذي الجلال والإكرام ذي المن الذي لا يكافى امتنانه والطول الذي لا يجازى إنعامه وإحسانه. يا ذا العزة والجلال يا جاعل الظلمات والنور والأزمنة والدهور، يا باقي بلا زوال يا غني بلا مثال، يا قدوس يا طاهر يا علي يا قاهر، يا من لا يحيط به مكان ولا يشتمل عليه زمان، يا حنان يا منان يا بديع السماوات والأرض، عالم الغيب والشهادة الكبير المتعال. صل اللهم وسلم على سيدنا محمد أفضل أنبيائك وأكرم أصفيائك وإمام أوليائك وخاتم رسلك وأنبيائك وحبيب رب العالمين وشهيد المرسلين وشفيع المذنبين وسيد ولد آدم أجمعين، المرفوع الذكر عند الملائكة المقربين، البشير النذير، السراج المنير، الصادق الأمين، الصادع بالحق المبين، الرؤوف الرحيم، الهادي إلى الصراط المستقيم، الذي آتيته 7 من المثاني والقرآن العظيم، نبي الرحمة وهادي الأمة
أول من تنشق عنه الأرض ويدخل الجنة، المؤيد بسيدنا جبريل وسيدنا ميكائيل عليهما السلام، المبشر به في التوراة والإنجيل، المصطفى المجتبى المنتخب أبي القاسم عبد الله ورسوله، سيدنا ومولانا محمد بن عبد الله بن عبد المطلب بن هاشم صلى الله عليه وعلى إخوانه وآبائه من الأنبياء والمرسلين وآله المطهرين وأصحابه المكرمين، وسلم تسليما. وبعد، فهذا سند مني أنا الواضع صحيحي في ختامه، ومقيد اسمي هنا لبيانه وإعلانه، الدكتور الشيخ أحمد بن الجهبذ النحرير، عماد المحققين وفقيه المسلمين، مفتي المذهبين، العالم الجليل سيد الشيخ محمد بن سيدي الورع المدقق العلامة الشيخ أحمد ابن الإمام العالم العامل سيدي حسن ابن العلامة الجليل سيدي الشيخ محمد ابن العالم الجليل سيدي الشيخ علي ابن العلامة الجليل سيدي الشيخ محمد ابن العالم العلامة ناشر العلوم في الجزر والصحاري سيدي أحمد ابن ذي الرئاستين العالم الورع الولي الصالح سيدي ومولاي عبد الله الملقب بنور الدين ابن الإمام العالم المهاجر في سبيل الله تعالى سيدي أحمد ابن الآمر بالخيرات سيدي هلال ابن سيدي عبد الله ابن سيدي هلال ابن الجليل سيدي عبد الله ابن الجليل سيدي هلال ابن سيدي عبد الرحمن ابن سيدي الشيخ الجليل سعيد ابن سيدي ومولاي هلال ابن سيدي الجليل سعيد ابن الشيخ الهمام سيف ابن الإمام عبد الرحمن الكبير ابن الإمام حسن ابن العلامة الإمام الحافظ شيخ الأنصار محمد ابن الإمام العلامة إسحاق ابن الجليل سيدي إبراهيم ابن سيدي أفلح ابن سيدي رافع ابن سيدي إبراهيم ابن سيدي أفلح ابن سيدي الجليل عبد الرحمن الأكبر ابن التابعي الجليل عبيد ابن سيدنا رفاعة صاحب رسول الله صلى الله عليه وسلم من أهل بيعة الرضوان وبدر وأحد وما بعد ذلك من المشاهد كلها ابن صاحب رسول الله صلى الله عليه وسلم سيدنا رافع ابن مالك بن العجلان الزرقي أول من أسلم من الأنصار أحد الستة وأحد الاثنى عشر وأحد السبعين من أهل بيعة العقبة الأولى والثانية الذي اختاره سيد الخلق صلى الله عليه وسلم نقيبا من نقباء الأنصار رضي الله تعالى عنهم وعن ذرياتهم أجمعين. وبه أشهد أني نقلت إلى فضيلة العالم العامل الشيخ الجليل أبو بكر بن أحمد المسليار أمانة وحفظ وصيانة وخدمة أثر عظيم لسيد الأنبياء والمرسلين من الآثار التي شرفني الله عز وجل بانتقالها إلي بأسانيدها الصحيحة المتواترة المتصلة إلى الحضرة الطاهرة النبوية صلوات ربي وسلامه عليه وعلى آله وصحبه وسلم. وصفته شعرة شريفة من شعر الرأس الشريف بصفة دائمة بأمر من رسول الله صلى الله عليه وسلم ليعم النفع به على المسلمين والبركة على المؤمنين بموجب عقد انتقال الأمانة الموثق، وذلك بتاريخ 5 من صفر الخير 1432 هجرية الموافق 9 كانون الثاني 2011 ميلادية المشهود عليه من قبل الشيخ محمد ابن الشيخ أحمد آل هلال الخزرجي والشيخ ذياب
بن الشيخ أحمد آل هلال الخزرجي، والشيخ منصور بن الشيخ أحمد آل هلال الخزرجي، والشيخ فارس بن الشيخ أحمد آل هلال الخزرجي، وفضيلة العالم المحقق الشيخ بسام محمد بارود، وفضيلة الشريف سيدي بن محمد قاضي التنواجيوي المعتمد منا. وأوصي المنقول إليه بالحرص الشديد عليه، وأن يقدمه على النفس والبنين والذرية، وأن يحفظه ويصونه ويحرسه، والله يشهد عليه ويراه. وإني أبرأ إلى المولى عز وجل المنتقم الجبار مما عدا ذلك. قال تعالى: فمن بدله بعدما سمعه فإنما إثمه على الذين يبدلونه، إن الله سميع عليم، والله خير الشاهدين، والحمد لله رب العالمين. وصلى الله على سيدنا ومولانا محمد خاتم رسل المكرمين وآله وصحبه وسلم تسليما كثيرا. സ്വപ്നത്തിൽ നബിതങ്ങൾ നിർദ്ദേശിച്ചതുകൊണ്ടാണോ കാന്തപുരം ഉസ്താദിനോ തിരികേശം നൽകുന്നത് എന്നോ ഷെയ്ഖ് ഖസ്റജി തന്നെ പറയുന്നത് കാണൂ. فسبب انتقال الأمانة الشريفة وهي شعرة مباركة من شعر الرأس الشريف إلى مركز الثقافة السنية في كاليكوت، وتحديدا إلى فضيلة الشيخ العالم المربي أبو الأيتام الشيخ أبو بكر أحمد مسليار، هو أمر من سيدي رسول الله صلى الله عليه وآله وصحبه وسلم. فأنا خادم الآثار الشريفة ولست بصاحبها، صاحبها سيدي رسول الله صلى الله عليه وسلم، وهو الذي يأمر. هذه الآثار الشريفة موجودة عندنا وانتقلت إلينا بأسانيدها الشريفة المتواترة، ونحن لا نفرط فيها أبدا. وأتتنا عروض كثيرة من شخصيات عالمية، ولكن نحن لا نفرط بهذه الآثار الشريفة لأننا لا نملكها، هي ملك الأمة الإسلامية وصاحبها سيدي رسول الله صلى الله عليه وسلم، وأنا خادم هذه الآثار. പുണ്യനബി പറഞ്ഞു അർറുഹിയ സ്വാലിഹ യറാഹ റജുലു ഔ തുറാലഹു. ശരിക്കും കേട്ടോ, ഇവിടെ മനസ്സിലാക്കണം. രണ്ട് കാര്യം പറഞ്ഞു. സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാല് അർറുഹിയ സ്വാലിഹ യറാഹു റജുലു ഔ തുറാലഹു. സാലിഹായ സ്വപ്നാണ്. ഒന്നിരിക്കൽ ഒരാൾ നേരിട്ട് കാണും, അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി വേറൊരാൾ കാണും. മനസ്സിലായില്ല? നിങ്ങൾക്ക് മനസ്സിലായില്ല? ഇപ്പം നമ്മളെ കാര്യത്തിൽ വേറൊരാൾക്ക് സ്വപ്നം കാണാം, അയാൾ സത്യവാനാണെങ്കിൽ നമ്മൾ അത് സൂക്ഷിക്കുകയും വേണം. നിങ്ങൾക്ക് മനസ്സിലാവണില്ല പറഞ്ഞത്? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പം നേരിട്ടും കാണാം, വേറൊരാൾ വഴി കാണാം, വേറൊരാൾ വഴി ഇങ്ങോട്ട് കാണാം, അങ്ങനെ ഉണ്ടാവും, ഇങ്ങോട്ടും ഉണ്ടാവും. ചിന്തിക്കണം. ഇനി ഇതാ വഹാബി ഏജന്റുകളായ തിരികേശ വിരോധികൾ പറയുന്നത് കേൾക്കൂ. ശൈത്താന്മാരിൽ ഏറ്റവും വലിയ ശൈത്താൻ മനുഷ്യ ഹൃദയങ്ങളിൽ വസ്വാസ് ഉണ്ടാക്കുന്ന ശൈത്താന്മാരാകുന്നു. അത് ചിലപ്പോൾ വ്യക്തിയാകും, അത് ചിലപ്പോൾ സംഘടനയാകും. ഈ മുടികൾ 100% വ്യാജമായ മുടിയാണ് എന്നതിൽ ഒരു സംശയവുമില്ല. ഈ മുടികൾ 100% വ്യാജമായ മുടിയാണ് എന്നതിൽ ഒരു സംശയവുമില്ല. നമ്മൾ എന്തിനായി UDF LDF പോലെയാകുന്നു? UDF പറയുന്നതിനൊക്കെ LDF എതിര് പറയും, LDF പറയുന്നതൊക്കെ UDF. UDF കരിമണൽ ഖനനം വേണ്ടെന്ന് പറഞ്ഞാൽ പറയും, LDF പറയുന്ന കരിമണൽ ഖനനം വേണം. ആദ്യം ആരങ്ങനെ പറഞ്ഞാൽ ഇനി നേരെ എതിര് പറയാം എന്നുള്ളതാണ് ഇന്നത്തെ രാഷ്ട്രീയ രീതി. അതുപോലെ മതമാകണം. ഒരു ഭാഗം പറഞ്ഞാൽ നേരെ എതിര് പറഞ്ഞാലേ മറ്റൊരു ഭാഗത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് വരണോ? ഇത് ഹബീബിന്റെ കാര്യത്തിലാ, ഇത് മുഹമ്മദ് നബിയുടെ കാര്യത്തിലാ. ഈ വിഷയത്തിൽ തർക്കം വേണ്ടായിരുന്നു. ഇത് വ്യാജമാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു, ഇത് വ്യാജമാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ അവസാന ശ്വാസം വരെ നിങ്ങൾക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തോളൂ, നമുക്ക് വിഷയം. ഈ ഇബ്ലീസ് എന്ന ഒരാൾ പല ആളുകളുടെയും തലേ കയറിയിട്ട വരിക. ഈ ഇബ്ലീസ് എന്ന ഒരാൾ പല ആളുകളുടെയും തലേ കയറിയിട്ട വരിക. ഇനി ഇതാ പുണ്യനബിയുടെ തിരികേശം തീയിലിട്ട് കത്തിക്കാൻ പറയുന്ന ചേളാരി സെക്രട്ടറിയുടെ ധിക്കാരം ഒന്ന് കേൾക്കൂ. പുണ്യനബിന്റെ ആ മുടി തീയിലിട്ടിട്ട് യാതൊരു കേടുമില്ലെങ്കിൽ
അതിന് വല്ല രാസവളങ്ങളും വളമൊന്നും ഉപയോഗിക്കാത്ത രീതിയിൽ കറക്റ്റായിട്ട് കഴിയേണ്ട ശേഷമാണെങ്കിൽ അത് അടുപ്പിൽക്ക് നല്ല ചിരട്ടക്കാളുണ്ടാക്കിയിട്ട് അയക്കാണ്ടിടുക. എന്നിട്ട് യാതൊരു കേടുവയിനില്ലെങ്കിൽ ഈ അടിസ്ഥാന പ്രകാരം തങ്ങളതായതുകൊണ്ട് തന്നെയാണ് കത്താക്കുന്നത്. ഇനി അങ്ങനെ സംഭവിച്ചെന്ന് വെക്കുക, അതുകൊണ്ട് നിങ്ങൾ വലിയ കൂട്ടരാണ് എന്ന് ഞങ്ങൾക്ക് സംഭവിക്കില്ല. നമ്മൾ എന്തിനായി UDF LDF പോലെയാകുന്നു? UDF പറയുന്നതിനൊക്കെ LDF എതിര് പറയും, LDF പറയുന്നതിനൊക്കെ UDF. UDF കരിമണൽ ഖനനം വേണ്ടെന്ന് പറഞ്ഞാൽ പറയും, LDF പറയുന്ന കരിമണൽ ഖനനം വേണം. ആദ്യം ആരങ്ങനെ പറഞ്ഞാൽ ഇനി നേരെ എതിര് പറയാം എന്നുള്ളതാണ് ഇന്നത്തെ രാഷ്ട്രീയ രീതി. അതുപോലെ മതമാകണം. ഒരു ഭാഗം പറഞ്ഞാൽ നേരെ എതിര് പറഞ്ഞാലേ മറ്റൊരു ഭാഗത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് വരണോ? ഇത് ഹബീബിന്റെ കാര്യത്തിലാ, ഇത് മുഹമ്മദ് നബിയുടെ കാര്യത്തിലാ. ഈ വിഷയത്തിൽ തർക്കം വേണ്ടായിരുന്നു. ഇനി അങ്ങനെ സംഭവിച്ചെന്ന് വെക്കുക, അതുകൊണ്ട് നിങ്ങൾ വലിയ കൂട്ടരാണ് എന്ന് ഞങ്ങൾക്ക് സംഭവിക്കില്ല. ഓ സെക്രട്ടറി, താങ്കൾക്കോ പുണ്യനബിയുടെ ഏത് മുടിയാണ് കത്തിക്കേണ്ടതോ സനദോടുകൂടി അമ്പലക്കടവ് മൗലവി പറയുന്നത് കേൾക്കൂ. ഞാൻ പറയട്ടെ സഹോദരന്മാരെ, ആദരണീയനായ റസൂലുള്ളാഹിന്റെ മുടി ലോകത്തുണ്ട്. അതിന് ബറക്കത്തുണ്ട്, അതിന് പുണ്യമുണ്ട്, അതിന് മഹത്വമുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ വെല്ലൂരിലുണ്ട്, തമിഴ്നാട്ടിലൊരു മുടിയുണ്ട്, അതിന് സനത്തുണ്ട്, പരമ്പരയുണ്ട്. ആ മുടി എവിടെ നിന്ന് കിട്ടി? കശ്മീർ ഹസരത്ത് ബാൽ മസ്ജിദ് റസൂലുള്ളാഹിന്റെ മുടി സൂക്ഷിച്ചിട്ടുണ്ട്, അതിന് പരമ്പരയുണ്ട്, തങ്ങൾ വരെ എത്തിച്ചേർന്ന പരമ്പരയുണ്ട്. അബൂദാബിയിൽ ഹസ്രജി കുടുംബത്തിന്റെ കയ്യിൽ ആ മുടിയുണ്ട്. അതുപോലെ സുഡാനിൽ മുടിയുണ്ട്. ലോകത്ത് അറിയപ്പെട്ട സ്ഥലങ്ങളിൽ ഈ 14 നൂറ്റാണ്ടുകാലം കൃത്യമായ സനത് പരമ്പര സഹിതം കൈമാറിപ്പോന്ന് സൂക്ഷിച്ചു പോരുന്ന, ഭദ്രമായി സൂക്ഷിച്ചു വരുന്ന ആ മുടിയുണ്ടെന്ന് മാത്രമല്ല, റബീഉൽ അവ്വലൊക്കെ ആ മുടി പുറത്തേക്കെടുത്ത് വെള്ളത്തിൽ മുക്കി ആ വെള്ളം തബറുക്കിന് വേണ്ടി ആളുകൾ വ്യാപക വാങ്ങിക്കൊണ്ടുപോകാറുണ്ട്. പുണ്യനബിന്റെ ആ മുടി തീയിലിട്ടിട്ട് യാതൊരു കേടുമില്ലെങ്കിൽ, അതിന് വല്ല രാസവളങ്ങളും വളമൊന്നും ഉപയോഗിക്കാത്ത രീതിയിൽ കറക്റ്റായിട്ട് കഴിയേണ്ട ശേഷമാണെങ്കിൽ അത് അടുപ്പിൽക്ക് നല്ല ചിരട്ടക്കാളുണ്ടാക്കിയിട്ട് അയക്കാണ്ടിടുക. എന്നിട്ട് യാതൊരു കേടുവയിനില്ലെങ്കിൽ ഈ അടിസ്ഥാന പ്രകാരം തങ്ങളതായതുകൊണ്ട് തന്നെയാണ് കത്താക്കുന്നത്. ഇനിയും അമ്പലക്കടവ് മൗലവി സനതുള്ള മുടികൾ എണ്ണുന്നത് കാണൂ. സ്വഹീഹായ നിലയിൽ ലോകത്തെ പ്രശസ്തമായ പല കേന്ദ്രങ്ങളിലും ആ വിശുദ്ധ മുടികൾ സൂക്ഷിച്ചു വരുന്നുണ്ട് എന്നത് ചരിത്രപരമായ യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ തമിഴ്നാട്ടിൽ വെല്ലൂരിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ വിശുദ്ധമായ ഒരു മുടി സൂക്ഷിച്ചിരിപ്പുണ്ട് എന്നത് ലോകത്തറിയപ്പെട്ട വാർത്തയാണ്. വളരെ ഭദ്രമായി ശക്തമായ ബന്ദോബസ്തോടുകൂടി സൂക്ഷിക്കപ്പെട്ട ആ മുടി വർഷത്തിൽ ഒരു തവണ റബീഉൽ അവ്വൽ 12 ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ആ ദിവസം മാത്രം പോലീസ് ബന്ദോബസ്തോടുകൂടി പുറത്തെടുത്ത് പുറത്തുള്ളൊരു വലിയ ചെമ്പിൽ ആ മുടിയൊന്ന് മുക്കി അതങ്ങനെ തന്നെ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുന്ന ഈ മുടിയിട്ട വെള്ളം ജനങ്ങൾ ബറക്കത്തിന് കൊണ്ടുപോകുന്ന സംവിധാനം അറിയപ്പെട്ടതാണ്. കേരളത്തിൽ നിന്ന് പോലും ആ വെള്ളം സ്വീകരിക്കാൻ വേണ്ടി ആളുകൾ റബീഉൽ അവ്വൽ 12 വെല്ലൂരിൽ പോകാറുണ്ട്. ഇന്ത്യയിലെ കശ്മീരിൽ ഹസ്രത്ത് ബാൽ മസ്ജിദ് റസൂലുള്ളാഹിന്റെ തിരുമുടി സൂക്ഷിച്ച ആ വിശുദ്ധമായ പള്ളി അറിയപ്പെട്ടതാണ്, അനിഷേധ്യമായ പരമാർത്ഥമാണ്. സുഡാനിൽ ഈ മുടി ആധികാരികമായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് രേഖകളിൽ കാണുന്നു. അതുപോലെ അബുദാബിയിൽ ഷെയ്ഖ് ഹസ്രജി ഉണ്ട്. അബുദാബിയുടെ മുൻ മതകാര്യ വകുപ്പ് മന്ത്രി, UAE മന്ത്രി. അദ്ദേഹം ഹസ്രജി കുടുംബമാണ്, അൻസാരികളായ സ്വഹാബി പരമ്പരയിൽപ്പെട്ട മഹാനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ അവരുടെ ഫാമിലി ഭദ്രമായ ഒരു മുടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് എല്ലാ റബീഉൽ അവ്വൽ 12-നും റമദാൻ 27-ാം രാവിന്റെ അന്നും പ്രത്യേകം പുറത്തെടുക്കാറുണ്ട് എന്ന് അവിടെയുള്ള രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇങ്ങനെ വേൾഡിൽ അറിയപ്പെട്ട സ്ഥലങ്ങളിൽ വളരെ പാവനമായി, വളരെ ആധികാരികമായി പ്രബലമായ കുടുംബങ്ങളോ ഔദ്യോഗിക തലത്തിൽ ഗവൺമെന്റ് സംവിധാനത്തോടെയോ അത് സൂക്ഷിച്ചു വരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ നിഷേധിക്കുന്നില്ല. അതിന് വല്ലാത്ത പുണ്യവുമുണ്ട്. ഞാനൊരു സത്യം പറഞ്ഞിട്ട് ഇപ്പൊ എന്റെ ഒരു ക്ലിപ്പിംഗ് വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, സത്യത്തിൽ ലോകത്ത് പല സ്ഥലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയുണ്ട്. വെല്ലൂരിലുണ്ട്, കാശ്മീരിലുണ്ട്, തുർക്കിയിലുണ്ട്, പല സ്ഥലങ്ങളും ഉണ്ടെന്ന പോലെ അബുദാബിയിൽ ഹസ്രജി ഫാമിലി മുടിയുണ്ട് എന്ന് എനിക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും ഇപ്പൊ അബുദാബി ഹസ്രജി ഫാമിലി അങ്ങനെ മുടിയുണ്ട്, ഹമീദ് വൈസി പറഞ്ഞല്ലോ അതന്നെയാണ് ഈ മുടി എന്നാണ് പറയുന്നത്. ഏറ്റവും വലിയ തെളിവ് ഞാൻ വളരെ ആധികാരികമായ ഒരു ഉത്തരവാദപ്പെട്ട ആളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഒറ്റ ഒരാളുണ്ടായാൽ മതി, കബാബ് മേ ഹഡ്ഡി എന്ന് പറയും ഹിന്ദുസ്ഥാനിക്കാർ. കബാബ് എന്ന് പറഞ്ഞാൽ എല്ലുണ്ടാവാത്ത സാധനമാണ്. ഇറച്ചി അരച്ചിട്ടുണ്ടാക്കുന്ന
ഒരു തരം വിഭവമാണ് കബാബ്. കബാബിലെ എല്ല് കുടുങ്ങാന്ന് അതിന് പറയാ. കബാബ് മെഹഡി എന്ന് പറയും. കബാബിലെ എല്ല് കുടുങ്ങാൻ അങ്ങനെയാണ്. അങ്ങനത്തെ ഒരൊറ്റാള് ഒരു നാട്ടിലുണ്ടായാൽ ആ നാട് തൊലഞ്ഞു. അയാളും തൊലഞ്ഞു, നാട്ടുകാരും തൊലഞ്ഞു. ഒറ്റൊന്ന് സ്വയം വലിയതാവുന്ന ഒരാളുണ്ടെങ്കിൽ തകർന്നുപോയി. സ്വയം വലിയതാവുന്ന ഒരാളുണ്ടെങ്കിൽ തകർന്നുപോയി. ഞാൻ വളരെ ആധികാരികമായ ഒരു ഉത്തരവാദപ്പെട്ട ആളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. കബാബ് മെഹഡി എന്ന് പറയും. കബാബ് മെഹഡി എന്ന് പറയും. ഇനി ഇതാ കല്ല് വെച്ച നുണ പറയുന്ന മിസ്റ്റർ കാസിമിയെ ഒന്ന് കാണൂ. ബോംബെയിലൊക്കെ ചിരിക്ലബ്ബുകൾ ഉണ്ട്, കേട്ടിട്ടില്ലേ? എന്താ നിങ്ങൾക്ക് ദുനിയാവിന് വല്ല കാര്യം അറിയോ? ചിരിക്കുന്ന ക്ലബ്ബുകൾ. നേരം വെളുത്താൽ അരമണിക്കൂർ ചിരിക്കുക. ചില ആളുകൾ ഇങ്ങനെ ചിരിക്കുക. അത് ചിരി ക്ലബ്ബുകൾ. ചിരിക്കുക, ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി ചിരി ക്ലബ്ബുകളുണ്ട് ലോകത്ത്. അതൊരു തരം ഉസ്താദ് പറഞ്ഞത് പോലെ ഭ്രാന്ത. വലിയ പെടല വെട്ടറ്. സത്യത്തിൽ പറ്റിച്ചാളാ അമീർ പൈസ. അതിനെ സത്യ. ഖസ്റജിയുടെ വീട്ടില് ഒരു മുടിയുള്ളതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അമീർ പൈസി പറയുന്നതോടുകൂടെ തീരുമാനിച്ചു ഖസ്റജിയുടെ വീട്ടിൽ നിന്ന് ഇനി കൊണ്ടുവന്ന മുടിയാവുമ്പോ എതിർക്കാൻ കഴിയില്ലല്ലോ. ആ ഇടക്ക് ഖസ്റജിയുടെ മുടിയെ പറ്റി പറഞ്ഞല്ലോ. അങ്ങനത്തെ ഒരു മുടിയെ പറ്റി അദ്ദേഹത്തിന് വിവരം ഉണ്ടായിരിക്കാം. അത് കൊണ്ടുവന്നിട്ടുണ്ടാവാം. അതാണ് സത്യത്തിൽ ഇവിടെ പറ്റിച്ചത് അമീർ പൈസ. എന്നാൽ അമീർ പൈസ പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചതുമില്ല. അങ്ങനെ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. ഞാൻ ആ പ്രസംഗത്തിൽ പങ്കെടുത്ത ആളാ. അദ്ദേഹം അങ്ങനെ പറഞ്ഞു. ഞാൻ വന്ന ഉടനെ തന്നെ പിന്നെ എന്നോട് ഒരുപാട് ആളുകൾ ഫോൺ ചെയ്ത് ചോദിച്ചു, ഖസ്റജിയുടെ വീട്ടിലെ മുടിയാണെങ്കിൽ സ്വീകരിക്കാൻ അമീർ വൈസി പറഞ്ഞിട്ടുണ്ടല്ലോ, അമീർ വൈസി നിങ്ങളെ ഇത്ര വലിയ ആളല്ലേ, നിങ്ങൾ അംഗീകരിക്കും. ഞാൻ വന്ന ഉടനെ അമീർ വൈസിയോട് പറഞ്ഞു, നിങ്ങൾ വല്ലാത്തൊരു പൊല്ലാപ്പാണ് ഉണ്ടാക്കിയത്. കാരണം ഖസ്റജിയുടെ വീട്ടിൽ മുടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അമീർ വൈസി പറഞ്ഞു, അസസിൽ ഞാനുണ്ട്, പക്ഷെ പറഞ്ഞത് ഇങ്ങനെയാണ്. എത്ര ശുദ്ധമായ കളവാണിത് എന്റെ പ്രിയപ്പെട്ടവരെ. ശുദ്ധമായ കളവ് എന്ന് പറഞ്ഞാൽ പോരാ, കല്ല് വെച്ച നുണ എന്ന് പറയാറുണ്ട്. ഇപ്പൊ പരിഷ്കരിച്ച് പാറ വെച്ച നുണ എന്ന് പറയാറുണ്ട്. ഇനി പറഞ്ഞു കൊടുക്കൂ അമ്പലക്കടവ്, താങ്കൾ പറഞ്ഞത് എങ്ങനെയാണെന്നോ. അതുപോലെ അബുദാബിയിൽ ഷെയ്ഖ് ഖസ്റജി ഉണ്ട്. അബുദാബിയുടെ മുൻ മതകാര്യ വകുപ്പ് മന്ത്രി, യുഎയുടെ മന്ത്രി. അദ്ദേഹം ഖസ്റജി കുടുംബമാണ്. അൻസാരികളായ സ്വഹാബി പരമ്പരയിൽപ്പെട്ട മഹാനാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ അവരുടെ ഫാമിലി ഭദ്രമായ ഒരു മുടി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് എല്ലാ റബീഉൽ അവൽ 12-നും റമദാൻ 27-ാം രാവിന്റെ അന്നും പ്രത്യേകം പുറത്തെടുക്കാറുണ്ട് എന്ന് അവിടെയുള്ള രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇങ്ങനെ വേൾഡിൽ അറിയപ്പെട്ട സ്ഥലങ്ങളിൽ വളരെ പാവനമായി, വളരെ ആധികാരികമായി പ്രബലമായ കുടുംബങ്ങളോ ഔദ്യോഗിക തലത്തിൽ ഗവൺമെന്റ് സംവിധാനത്തോടെയോ അത് സൂക്ഷിച്ചു വരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ നിഷേധിക്കുന്നില്ല. അതിന് വല്ലാത്ത പുണ്യവുമുണ്ട്. വലിയ പെടല വെട്ടറ്. സത്യത്തിൽ പറ്റിച്ചാളാ അമീർ പൈസ. അതിനെ സത്യ. ഓ കാസിമി, എവിടെയാണോ താങ്കൾ പെട്ടത്? അവിടെയുള്ള രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഖസ്റജിയുടെ വീട്ടില് ഒരു മുടിയുള്ളതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഖസ്റജിയുടെ വീട്ടിൽ മുടിയുള്ളതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്നോ? ഏത് പ്രസംഗത്തിൽ, എപ്പോൾ, എവിടെ വെച്ചാണോ അമ്പലക്കടവ് മൗലവി പറഞ്ഞത്? ഓ നോട്ടീസ് ഒട്ടിക്കുന്ന വിഘടിതരെ, അൻസാരി സ്വഹാബി പരമ്പരയിൽപ്പെട്ട ഷെയ്ഖ് ഖസ്റജിയെ തള്ളിപ്പറയുന്ന നിങ്ങൾ കപടന്മാരാണെന്നോ മിസ്റ്റർ മുത്തേടം പറയുന്നത് കേൾക്കൂ. വെറുതെ നോട്ടീസ് ഒട്ടിക്കണ സുന്നിയാകണ്ട. അങ്ങനെയും കുറച്ച് സുന്നിയാളുണ്ട്. ഒല പണി സുന്നത്യമാകത്തൊന്നും അവർക്ക് ജീവിതത്തിലില്ല. അവർ മനസ്സിലാക്കണ കുറച്ച് നോട്ടീസ് ഒട്ടിച്ചാൽ സ്വർഗത്തിൽ പോകുന്ന അങ്ങനെ കുറച്ച് അന്തം വിട്ട സുന്നിയാൾ ഇപ്പത്തെ കാലത്തുണ്ട്. അക്കൂട്ടത്തിൽ പെടണ്ട. നോട്ടീസ് ഒക്കെ നല്ല തന്നെയാ, നോട്ടീസ് ഒട്ടിക്കൽ ആവശ്യം തന്നെയാ. പക്ഷേ നോട്ടീസ് ഒട്ടിച്ചോണ്ട് മാത്രം സ്വർഗത്ത് കിടക്കുമെന്ന് വിചാരിക്കണ്ട. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹുബ്ബ് വെക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആ മനുഷ്യനെ സ്നേഹിച്ച മനുഷ്യനെ സ്നേഹിക്കുക. ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ. അൻസാരിങ്ങളെ സ്നേഹിക്കൽ ഈമാന്റെ ലക്ഷണമാണ്. അഥവാ അൻസാരിങ്ങൾ എന്നെ സ്നേഹിച്ചവരാണ്. എന്നെ സ്നേഹിച്ചവരെ സ്നേഹിക്കൽ ഈമാന്റെ ലക്ഷണമാണെന്ന് മുഹമ്മദ് നബി. ആയത്തുൽ മുനാഫിഖ്, ആയത്തുൻ നിഫാഖ് ബുഗ്ദുൽ അൻസാർ. എന്നെ സ്നേഹിച്ചവരെ സ്നേഹിക്കാതിരിക്കൽ കാപട്യത്തിന്റെ ലക്ഷണമാണെന്ന് മുഹമ്മദ് നബി. ഇമാം മുസ്ലിം സ്വഹീഹ് മുസ്ലിമിൽ ആ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറക്കരുത് എന്നൊന്ന് തലവെട്ടിയാ മറക്കരുത്. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ വ ആയത്തുൻ നിഫാഖി ബുഗ്ദുൽ അൻസാർ. എന്നെ സ്നേഹിച്ചവരെ സ്നേഹിക്കൽ ഈമാന്റെ ലക്ഷണമാകുന്നു. എന്നെ സ്നേഹിച്ചവരെ വെറുക്കൽ കുഫറിന്റെ, നിഫാഖിന്റെ, കാപട്യത്തിന്റെ ലക്ഷണമാണെന്ന് മുഹമ്മദ് നബി.
അതുപോലെ അബുദാബിയിൽ ഷെയ്ഖ് ഖസ്റജി ഉണ്ട്. അബുദാബിയുടെ മുൻ മതകാര്യ വകുപ്പ് മന്ത്രി, യുഎയുടെ മന്ത്രി. അദ്ദേഹം ഖസ്റജി കുടുംബമാണ്, അൻസാരികളായ സ്വഹാബി പരമ്പരയിൽപ്പെട്ട മഹാനാണ്. അദ്ദേഹം ഖസ്റജി കുടുംബമാണ്, അൻസാരികളായ സ്വഹാബി പരമ്പരയിൽപ്പെട്ട മഹാനാണ്. മറക്കരുത്, മറക്കരുത്, ഇതൊന്നും തലവെട്ടിയാ മറക്കരുത്. ഹബീബായ റസൂൽ പറഞ്ഞു, ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ വ ആയത്തുൻ നിഫാഖി ബുഗ്ളുൽ അൻസാർ. എന്നെ സ്നേഹിച്ചവരെ സ്നേഹിക്കൽ ഈമാന്റെ ലക്ഷണമാകുന്നു, എന്നെ സ്നേഹിച്ചവരെ വെറുക്കൽ കുഫറിന്റെ നിഫാഖിന്റെ കാപട്യത്തിന്റെ ലക്ഷണമാണെന്ന് മുഹമ്മദ് നബി. ഇനി ആ കൊടുത്തതായിരിക്കുന്ന അഹമ്മദ് പറഞ്ഞ ഖസ്റജിനെ കൊണ്ടുവരുന്നുണ്ട് എന്നും കേൾക്കപ്പെടുന്നുണ്ട്. മുമ്പ് കുലൈബിനെ കൊടന്നില്ലേ, അത് കണ്ട് ഏലാ നമുക്ക് എന്ത് അഹമ്മദ് ഖസ്റജി. അപ്പൊ അയാള് വന്നിട്ടുള്ളൊരു ചുക്കുപോലെ. മറക്കരുത്, മറക്കരുത്, ഇതൊന്നും തലവെട്ടിയാ മറക്കരുത്. ഹബീബായ റസൂൽ പറഞ്ഞു, ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസാർ വ ആയത്തുൻ നിഫാഖി ബുഗ്ളുൽ അൻസാർ. എന്നെ സ്നേഹിച്ചവരെ സ്നേഹിക്കൽ ഈമാന്റെ ലക്ഷണമാകുന്നു, എന്നെ സ്നേഹിച്ചവരെ വെറുക്കൽ കുഫറിന്റെ നിഫാഖിന്റെ കാപട്യത്തിന്റെ ലക്ഷണമാണെന്ന് മുഹമ്മദ് നബി. അഹമ്മദ് പറഞ്ഞ ഖസ്റജിനെ കൊണ്ടുവരുന്നുണ്ട് എന്നും കേൾക്കപ്പെടുന്നുണ്ട്. മുമ്പ് കുലൈബിനെ കൊടന്നില്ലേ, അത് കണ്ട് ഏലാ നമുക്ക് എന്ത് അഹമ്മദ് ഖസ്റജി. അപ്പൊ അയാള് വന്നിട്ടുള്ളൊരു ചുക്കുപോലെ. ഇതൊരു മനുഷ്യന് ഡയറിയിൽ എഴുതി വെക്കണം, അയാളുടെ പേഴ്സിൽ എഴുതി വെക്കേണ്ട ഒരു ഹദീസാണ്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഇസ്ലാമിക സൗന്ദര്യം അയാൾക്ക് ആവശ്യമില്ലാത്തതിൽ അയാൾ ഇടപെടാതിരിക്കലാണ്. നമ്മളെ പ്രശ്നം എന്തിനും നമ്മൾ ഇടപെടും എന്നുള്ളതാണ്. നമ്മൾ ഇടപെടാത്തൊരു വിഷയമുണ്ട്, എന്ത് പറഞ്ഞാലും ഇടപെടും, എന്തും ഇടപെടും. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ഇസ്ലാമിക സൗന്ദര്യം അയാൾ നിസ്കാരം കൂടുതലല്ല, നോമ്പ് കൂടുതലല്ല, അയാൾക്ക് ആവശ്യമില്ലാത്തതിൽ അയാൾ ഇടപെടാതിരിക്കലാണ്. ഇന്ന് നമ്മളെ പ്രശ്നം എന്തിലും ഇടപെടും എന്നുള്ളത്. ഇനി ഇതാ ഓരോ ഫോൺ കോളിലും മൊബൈൽ ഫോണുകൾ വലിച്ചെറിയുന്ന ലോകത്തെ അത്ഭുത മനുഷ്യനെ നിങ്ങളൊന്ന് കാണൂ. ഞാൻ എൻ്റെ ഒരുപാട് മൊബൈലും സിമ്മും ഒക്കെ ഇതിനു വേണ്ടി ഒഴിവാക്കിയതാണ്. കാരണം എന്താ, ഒരു പരിപാടി നടന്ന അന്ന് മുതൽ ചീത്തവിളി തുടങ്ങും, പിന്നെ ആ മൊബൈൽ ഒഴിവാക്കും. ഞാൻ എത്രയോ എൻ്റെ മൊബൈലുകൾ ഞാൻ ഇതിനു വേണ്ടി കളഞ്ഞിട്ടുണ്ട്. എനിക്ക് പറയാം, എൻ്റെ പഴയ സിമ്മൊന്നുമല്ല ഇപ്പം നിങ്ങൾക്ക് അറിയാലോ, ഇതിനു വേണ്ടി മാത്രം ചീത്തവിളി തുടങ്ങും. അപ്പൊ ഇന്ന് തന്നെ ചീത്ത വിളിക്കാനുള്ള ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങുന്നതോടുകൂടെ ചീത്ത തുടങ്ങും. അപ്പൊ ഞങ്ങൾ ഇതിനെ ഉറപ്പിച്ച, കാരണം ചീത്ത കേൾക്കേണ്ടി വരും മുസ്തഫാ നബിയുടെ കാര്യത്തിലല്ലേ, അതാണ് കാലഘട്ടത്തിന്റെ ജിഹാദ്. പക്ഷേ മര്യാദക്ക് വെള്ളം കൊടുത്ത് 40 കോടി ഉണ്ടാക്കാൻ ഞങ്ങൾ മയക്കൂല. കളവ് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ അന്ത്യനാട്ടിൽ വരും. അതാണ് ഇപ്പൊ നോക്കെ, കളവ് പറയാ പ്രചരിപ്പിക്കുക. എത്രയോ എൻ്റെ മൊബൈലുകൾ ഞാൻ ഇതിനു വേണ്ടി കളഞ്ഞിട്ടുണ്ട്. എനിക്ക് പറയാം, എത്രയോ എൻ്റെ മൊബൈലുകൾ ഞാൻ ഇതിനു വേണ്ടി കളഞ്ഞിട്ടുണ്ട്. എനിക്ക് പറയാം, കദ്ദാബൂനാണ്, കളവ് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ അന്ത്യനാട്ടിൽ വരും. അതാണ് ഇപ്പൊ. ഇനി കേൾക്കൂ അമ്പലക്കടവ് മൗലവി പറയുന്നത്. പ്പെടാത്ത സനദില്ലാത്ത ഒരു മുടി നബി തങ്ങളുടേതാണെന്ന് പറഞ്ഞ് കാരന്തൂർ മർക്കസിൽ വെച്ചാൽ നമ്മൾ അതിന് ചോദ്യം ചെയ്യൂല. അത് അവരും അള്ളി ആയിക്കോട്ടെ, ഇഷ്ടമുള്ള ആൾക്കാർ വിശ്വസിച്ചോട്ടെ, വെള്ളം കൊണ്ടുപോയിക്കോട്ടെ. ഇതല്ലല്ലോ, ഇത് ജനലക്ഷങ്ങൾക്ക് മുമ്പിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ, മംഗലാപുരം വരെ, ബാംഗ്ലൂർ വരെ ഇത് മുക്കിയ വെള്ളം ബക്കറ്റിലാക്കി കൊണ്ടുപോയിട്ട് 101 രൂപ മുതൽ 10,001 രൂപ വരെ വില നിശ്ചയിച്ചുകൊണ്ട് ബോട്ടിലുകൾ സർവ്വവ്യാപകമായി വിതരണം ചെയ്തുകൊണ്ട് ലക്ഷങ്ങൾ കോടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക. മുടിയിട്ട വെള്ളം വിറ്റ് കാശാക്കുന്നു. ഞാൻ ഈ സദസ്സിനോട് ചോദിക്കുന്നത്, ഈ കഴിഞ്ഞ റബീഉൽ അവ്വലിൽ മർക്കസ് സഖാഫത്തെ സുന്നിയിൽ അവിടെ മുടിയിട്ട വെള്ളം വിതരണം ചെയ്തിട്ടുണ്ട്. ചോദിക്കട്ടെ നിങ്ങളോട്, ഏതെങ്കിലും ഒരാളോട് ഒരു നയാകാശ് അവിടുന്ന് വാങ്ങിയതായി നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയോ? ഒരൊറ്റ കുട്ടിയോട് വാങ്ങിയത് ലോകത്തൊരാൾക്ക് തെളിയിക്കാൻ കഴിയില്ല. എന്തിനാണ് ഇവരിങ്ങനെ സംഘടനാ പ്രവർത്തനം കളവിലൂടെ നടത്തുന്നത്? 101 രൂപ മുതൽ 10,001 രൂപ വരെ വില നിശ്ചയിച്ചുകൊണ്ട് ബോട്ടിലുകൾ സർവ്വവ്യാപകമായി വിതരണം ചെയ്തുകൊണ്ട് ലക്ഷങ്ങൾ കോടികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുക. കളവ് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ അന്ത്യനാട്ടിൽ വരും. അതാണ് ഇപ്പൊ. ഓ അമ്പലക്കടവേ, കാന്തപുരം വിഭാഗം തിരുനബിയുടെ മുടിയിട്ട വെള്ളം 1 രൂപക്കെങ്കിലും വിൽപ്പന നടത്തിയതായി ആണത്തമുണ്ടെങ്കിൽ താങ്കൾ തെളിയിക്കൂ. പറയൂ അമ്പലക്കടവ്, താങ്കൾ ഈ പറഞ്ഞത് എത്ര ശുദ്ധമായ കളവാണിത് എന്റെ പ്രിയപ്പെട്ടവരെ. ശുദ്ധമായ കളവ് എന്ന് പറഞ്ഞാൽ പോരാ, കല്ല് വെച്ച നുണാന്ന് പറയാറുണ്ട്, ഇപ്പൊ പരിഷ്കരിച്ച് പാറ വെച്ച നുണാന്ന് പറയാറുണ്ട്. തിരുനബിയുടെ മുടിവെള്ളം കച്ചവടം നടത്തിയത് ആരാണോ താങ്കളുടെ കൂട്ടുകാരൻ തന്നെ പറയട്ടെ. വിറ്റ് പണായികളെയും ഓതും സഭയും മറവയും വിറ്റ് കാശാദികളെയും, കാരണം അതൊക്കെ ഫുലൂസ് ഉണ്ടാക്കാനുള്ള മാർഗം
വാചകങ്ങളാണ്. നബിയുടെ മുടിയിട്ടി എന്ന് പറഞ്ഞ് ഇത്ര വലിയ ചെറിയ കുപ്പിയിൽ 25,000 രൂപക്ക് 2 കുപ്പി വെള്ളം, അങ്ങനെ 50,000. നബീനോട് ഹുബുള്ളവനാണെങ്കിൽ മുസ്ലിയാർക്ക് തന്നെ വാങ്ങിക്കൂടെ? ചിന്തിക്കണേ, ഒരു പോയിന്റ് ആട്ടോ പറഞ്ഞ്. നബീനെ വല്ലാതെ സ്നേഹിക്കുന്ന ആളാണ് റഹ്മത്തുള്ള കാസിമി എങ്കിൽ മൂപ്പർക്ക് വാങ്ങിയ പോരെ? നബീന്റെ മുടിയിട്ട് വെള്ളം വലിയ ബർക്കത്താണെന്ന് 2.5 മണിക്കൂർ വയലറിഞ്ഞ മുസ്ലിയാരി വിൽക്കുക. കാരണം മുസ്ലിയാർക്ക് അറിയാം ഓവുചാലിന് മുക്കിയ വെള്ളം പോരുമ്പോ അവിടുത്തെ ചെറിയ കനാലിന് മുക്കിയ പച്ചവെള്ളാണെന്ന് ആർക്കറിയാം? മുസ്ലിയാർക്കറിയാം. അല്ലെങ്കിൽ എന്താ നോക്കൂ, അങ്ങനെ ഒരു സംഭവം ഇസ്ലാമിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കഥയാൻ പറയുന്നത്, ആ മുടിയിട്ടവൾ ഒരു തുള്ളിയോ മനുഷ്യൻ കൊടുക്കൂല, ഞാൻ ഒറ്റക്ക് എടുക്കും. എന്റെ കിട്ടി വിറ്റിട്ടാണെങ്കിലും ഞാനത് വാങ്ങും. പക്ഷേ റഹ്മത്തുള്ള കാസിമിക്ക് അറിയുന്നത് ഇതോപചാലിന് മുഖ്യ പച്ചള്ള. ഇനി ഇതാ തിരുനബിയുടെ മുടിയിട്ട വെള്ളം ഒരു കുപ്പി 25,000 രൂപക്കോ വിൽപ്പന നടത്തിയ മുത്തേടം ഹോജയെ ഒന്ന് കാണൂ. സാന്ദർഭികമായി പറയട്ടെ, വെല്ലൂരിൽ നിന്ന് സനദുള്ള ഹബീബായ റസൂലുള്ളാഹിയുടെ മുടിയിൽ വെള്ളം കുടിക്കൽ സ്വഹാബികളെ പതിവാണ്. റഹ്മത്തുള്ള വെറുതെ പറയുകയല്ല. ഞാൻ കാണിച്ചു തരാം. വെല്ലൂരിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കുപ്പിയിലുണ്ട്. അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വാവാട് ഉസ്താദ് അവർക്കത് നൽകുന്നതാണ്. 2 കുപ്പി വെള്ളം, 2 ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ്. സനദുള്ള വെള്ളാണ്, എന്തെങ്കിലും തോന്നിയത് പറയല്ല, വെല്ലൂരിൽ നിന്ന് കൊണ്ടാണ്. ഓ കാസിമി, താങ്കൾ വിൽപ്പന നടത്തിയ മുടിക്കോ സനതുണ്ടോ? താങ്കളുടെ കൂട്ടാളി കണ്ണാടിക്കൂട്ടിലിരുന്ന് കല്ലെറിയുന്ന കണ്ണാടിപ്പറമ്പ് മൗലവി പറയുന്നത് കേൾക്കൂ. സനദില്ലാതെ വെല്ലൂർ ബാഖിയാത്തു സാലിഹാത്തിൽ ഒരു മുടിയുണ്ട്, ലത്തീഫിയയിലും മുടിയുണ്ട്. വെല്ലൂർ ബാഖിയാത്തു സാലിഹാത്തിൽ ഉള്ള ഷാർ ആ പറയുന്ന മുടി ഇട്ട വെള്ളം അവിടെയുള്ള ബാഖവികളായ ആളുകൾക്കറിയാം. അവിടെ ആർക്കും കൊടുക്കാറില്ല. കാരണം അതിന്റെ സനദിൽ സംശയമുള്ളത് കൊണ്ട്. താങ്കളുടെ കൂട്ടുകാരൻ പറയട്ടെ. പക്ഷെ ഇന്ന് ലോകത്തെവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പുള്ള ഒരു തിരുശേഷിപ്പും എവിടെയും സൂക്ഷിച്ചിട്ടില്ല. ഹസ്രത്ത് ബാനിലുമില്ല, വെല്ലൂരിലുമില്ല, ടോപ്പ് ഡൽഹിയിലെ തുർക്കിയിലെ ടോപ്പ് കാപ്പി മ്യൂസിയത്തിലുമില്ല. ഇത് 2011 ഏപ്രിൽ 29 ചന്ദ്രിക ദിനപത്രം പേജ് 12. തിരുകേശം യഥാർത്ഥ തെളിവുകൾ ഹാജരാക്കണം ഖാദി ബാവ മുസ്ലിയാർ. കാസർഗോഡ് തിരുകേശ വിഷയത്തിൽ യഥാർത്ഥ തെളിവുകൾ ഹാജരാക്കാത്ത കാലത്തോളം അംഗീകരിക്കാൻ സാധ്യമല്ലെന്ന സമസ്തയുടെ തീരുമാനം സുദൃഢമാണെന്നോ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റ് കാസർഗോഡ് കുമ്പള സംയുക്ത ജമാഅത്ത് ഖാദിയുമായ TKM ബാവ മുസ്ലിയാർ പ്രസ്താവിച്ചു. കാസർഗോഡ് സംഘടിപ്പിച്ച സമസ്ത ആശയ വിശദീകരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഖാദി. ബാഖിയാത്തിലും ലത്തീഫയിലും ഉള്ള മുടികൾക്ക് ശരിയായ സനദ് ഇല്ലാത്തതിനാൽ അത് കൊട്ടിഘോഷിക്കാറില്ല എന്നിരിക്കെ കാന്തപുരം മുസ്ലിയാരുടെ കയ്യിലുള്ള മുടിക്ക് എന്താണ് സനദ് എന്ന് അവർ വ്യക്തമാക്കണം. ഓ മിസ്റ്റർ കാസിമി, താങ്കൾ വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന് 25,000 രൂപക്ക് വിറ്റ ആ മുടിക്കോ സനദില്ല എന്നല്ലേ നിങ്ങളുടെ ഖാദി പറഞ്ഞത്? ഓ കേരളീയ സമൂഹമേ, ഇനി വഹാബിസത്തിനു ഓശാന പാടുന്ന വിഘടിത വർഗത്തിന് തിരുനബിയുടെ ഷഅറെ മുബാറക്കിന്റെ സനദ് ചോദിക്കാൻ അവകാശമുണ്ടോ? ഓ കാസിമി, താങ്കൾക്ക് താങ്കളുടെ കൂടാരത്തിലെ മൗലാനമാരോട് വല്ലതും പറയാനുണ്ടോ? കുരുത്തക്കട വാലിബായി പോയി. കുരുത്തക്കടന്റെ തല നിങ്ങളെ കയ്യിൽ പൊട്ടുപോയി. അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തട്ടെ. ശംസുൽ ഉലമയുടെയും കണ്ണീയത്തുസ്താദിന്റെയും ഗുരുത്തക്കേട് ഏറ്റുവാങ്ങിയ വിഘടിത വിഭാഗമേ, നിങ്ങൾക്ക് പാണക്കാട് തങ്ങളുടെ ഗുരുത്തക്കേട് കൂടി ലഭിച്ചു. കാരണം എന്തോ? ഇത് മംഗലാപുരം മസ്ജിദ് തഖ്വ സുന്നി ജനലക്ഷങ്ങളുടെ
ആധികാരിക ശബ്ദം ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദോ ഇന്ത്യയിൽ പണിതുയർത്തിയ 2000-ഓളം പള്ളികളിൽ ഏറ്റവും വലുതും കോടികൾ വിലമതിക്കുന്നതുമായ മംഗലാപുരത്തിന്റെ ഹൃദയഭാഗത്തോ തല ഉയർത്തി നിൽക്കുന്ന മസ്ജിദ് തഖ്വ, കോടികൾ വിലമതിക്കുന്ന ഈ മസ്ജിദ് ഉദ്ഘാടനത്തിനോ യാതൊരു മടിയും കൂടാതെ കാന്തപുരം ഉസ്താദ് ക്ഷണിച്ചപ്പോൾ ഓടിയെത്തി അഭിവന്ദ്യരായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. കാന്തപുരം ഉസ്താദ് പണിത പള്ളിയുടെ ഉദ്ഘാടനത്തിനോ പാണക്കാട് തങ്ങൾ എത്തിയപ്പോൾ വിഘടിത വിഭാഗം ഉറഞ്ഞു തുള്ളി. പാണക്കാട് തങ്ങൾക്കെതിരെ സ്വന്തം മാസികയിൽ അവർ തുറന്നെഴുതി. പക്ഷേ പാണക്കാട് തങ്ങൾ കാരന്തൂർ മർക്കസിന്റെ സുവനീറിൽ തുറന്നെഴുതി. ഇത് കണ്ട വിഘടിത സെക്രട്ടറി പാണക്കാട് തങ്ങളെ തരം താഴ്ത്തുന്നത് കേൾക്കൂ. അങ്ങനെ നമ്മളെ ചില ലീഗിന്റെ ആളുകൾക്ക്, പ്രത്യേകിച്ചും പല ആളുകളും ഉപദേശിച്ചു, ഇത് കുഴപ്പമുണ്ട് തീരെ, അതുകൊണ്ടാണ് ഉപദേശിക്കുന്നത്. ലീഗിന്റെ ചില നേതാക്കന്മാര് ഇയാളങ്ങനെ താങ്ങി നടക്കുന്നത് എന്താ ഇതിന്റെ ആവശ്യം എന്ന് മനസ്സിലാവുന്നില്ല. മനസ്സിലായാൽ നമുക്ക് നോക്കാലോ. അങ്ങനെ നമ്മളെ ചില ലീഗിന്റെ ആളുകൾക്ക്, പ്രത്യേകിച്ചും പല ആളുകളും ഉപദേശിച്ചു, ഇത് കുഴപ്പമുണ്ട് തീരെ, അതുകൊണ്ടാണ് ഉപദേശിക്കുന്നത്. ലീഗിന്റെ ചില നേതാക്കന്മാര് ഇയാളങ്ങനെ താങ്ങി നടക്കുന്നത് എന്താ ഇതിന്റെ ആവശ്യം എന്ന് മനസ്സിലാവുന്നില്ല. മനസ്സിലായാൽ നമുക്ക് നോക്കാലോ. ഓ വിഘടിത വിഭാഗമേ, കാന്തപുരം ഉസ്താദ് നിർമ്മിച്ച കോടികൾ വിലമതിക്കുന്ന മംഗലാപുരം മസ്ജിദിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്ത പാണക്കാട് തങ്ങൾ ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന 40 കോടിയുടെ ഷെഹ്റെ മുബാറക് മസ്ജിദിന്റെ ഉദ്ഘാടനത്തിൽ ആ തങ്ങൾ പങ്കെടുക്കുമായിരുന്നു, തീർച്ച. പക്ഷേ തങ്ങൾ എന്നേക്കുമായി യാത്രയായി. سيدنا محمد صلى الله عليه وسلم وإلى حضرات هذا المجيد السيد محمد علي الشيخان، اللهم اجعل ثواب ما قرأناه ونسا في قبره وزيارة في سرفه وفضله. اللهم اجعله اللهم اجعله فداء وفقاء لنا وله من عذاب القبر ومن عذاب النار. اللهم اغفر له بحق القرآن، اللهم وسع قبره بفضل القرآن، اللهم دافع القبر عن ذنبيه ببركة القرآن، اللهم نذر قبره بنور القرآن، اللهم اغفر له وارحمه وبارك على أهله وعياله وإخوته وأخواته وأقاربه يا أرحم الراحمين.
اللهم اجمع بيننا وبينهم في دار السلام مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. اللهم اجعل قبره روضة من رياض الجنة ولا تجعل قبره حفرة من حفر النيران. وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله. ശേഷം 4 മണിയോടെയായിരിക്കും ഖബറടക്കം. السلام عليكم ورحمة الله وبركاته. السلام عليكم. പാണക്കാട് തങ്ങൾ വിട പറഞ്ഞെങ്കിലും തങ്ങളുടെ അനുയായികൾ പാണക്കാട് തങ്ങൾ പണുതുയർത്തിയ ആ സൗഹൃദത്തിന്റെ പാലം തകർക്കാതെ സൂക്ഷിക്കുമെന്നതിന്റെ വ്യക്തമായ തെളിവാണ് കഴിഞ്ഞ മർക്കസ് സമ്മേളനത്തിന്റെ പ്രചാരകരായി മുസ്ലിം ലീഗുകാർ മാറി. പടുകൂറ്റൻ കവാടങ്ങളും ഫ്ലെക്സ് ബോർഡുകളും സ്ഥാപിച്ചോ അവർ മർക്കസിനെ സ്നേഹിക്കുന്നവരായി മാറി. മുസ്ലിം ലീഗ് നേതൃത്വം കൂട്ടമായി ഒഴുകിയെത്തി കാന്തപുരം ഉസ്താദിന്റെ അടുക്കലേക്ക്. കഴിഞ്ഞ ദിവസം കാന്തപുരം മർക്കസിൽ നടന്ന വാർഷിക പരിപാടിയിൽ പങ്കെടുക്കാൻ അഹമ്മദ് എത്തിയതോടെ ഐക്യം ഇനിയും ചർച്ചയ്ക്കെടുക്കാമെന്നായി. ഈ സ്ഥാപനത്തിനും അതിനെ കെട്ടിപ്പടുത്തവർക്കുമെല്ലാം അഭിമാനകരമാണ് 33 എന്ന് പറയുന്ന ഈ വർഷം. 33 എന്ന സംഖ്യക്കും ഞാൻ പറയാതെ വളരെ പ്രത്യേകമായ പ്രാധാന്യമുള്ളത് ഈ മഹത്തായ സദസ്സിലുള്ള എൻ്റെ സഹോദരങ്ങൾക്കറിയാം. 33-ലാണ് പല പ്രധാനപ്പെട്ട സംഗതികളും, പ്രത്യേകിച്ച് തസ്ബീഹുകളോ മറ്റു സംഗതികളോ എല്ലാം ചൊല്ലാനും എല്ലാം നാം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് 33-ാമത്തെ വർഷത്തെ സമ്മേളനം എന്ന് പറയുമ്പോൾ ആ സംഖ്യ കൊണ്ട് തന്നെ അത് വളരെ പ്രത്യേകത ആർജിച്ചിരിക്കുന്നു, പ്രാധാന്യം ആർജിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിലും സന്തോഷമുണ്ട്. മർക്കസിൻ്റെ മുറ്റത്ത് ഇന്ന് നാം എത്രയോ വർഷങ്ങൾക്ക് ശേഷം സമ്മേളിച്ച്, എത്രയോ മർക്കസ് എന്ന് പറയുന്ന സ്ഥാപനം തന്നെ 33 കൊല്ലം, എത്രയോ തലമുറകൾ ഇവിടെ നിന്ന് സനത് വാങ്ങി പിരിഞ്ഞുപോയി. ഇനിയും എത്രയോ തലമുറകൾ ഇൻഷാ അല്ലാഹ് ഈ മണിമുറ്റത്ത് നിന്ന് ബിരുദങ്ങൾ സ്വീകരിച്ച് പുറത്തു പോകാനിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു മഹാസ്ഥാപനത്തിൻ്റെ മുറ്റത്ത് വെച്ച് ഇന്ത്യയുടെ ഈ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപക്ഷെ അത്ഭുതം തോന്നിയേക്കും. സംസാരിച്ച പല നേതാക്കളും പറഞ്ഞു, അവർ പല ഘട്ടങ്ങളിലായി മർക്കസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരും നിരന്തരം ഇവിടെ സന്ദർശിക്കുന്നവരുമാണ്. എന്നാൽ ഞാൻ ആദ്യമായിട്ടാണ് മർക്കസ് സഖാഫത്ത് സുന്നി പ്രവേശിക്കുന്നത്. ആ പ്രവേശനത്തിൽ
മനസ്സ് നിറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഉസ്താദിനോടൊപ്പം ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യവും ഉണ്ടായി. ഏതായാലും ഇന്ത്യയിലെ തന്നെ ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് എന്നാൽ മതേതരത്വത്തിലും ജനാധിപത്യത്തിലും ഉറച്ചു നിന്ന് ഭീകരവാദ, തീവ്രവാദ, വർഗീയ വിരുദ്ധ മനോഭാവം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന മുൻനിര ക്യാമ്പസുകളിൽ ഒന്നാണ് മർക്കസുസ് സഖാഫത്തുസ് സുന്നിയ എന്ന് പറയാൻ. പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന മർക്കസിൻ്റെ സമ്മേളനത്തിൽ വളരെയധികം സന്തോഷത്തോടുകൂടി പ്രാന്തവൽക്കരിക്കപ്പെട്ട മുസ്ലിം സമുദായത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള യോജിപ്പിൻ്റെ സന്ദേശവുമായിട്ടാണ് ഞങ്ങളെല്ലാവരും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ആ വിധത്തിൽ തുല്യദുഃഖിതരോ പ്രയാസപ്പെടുന്നവരോ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവരായ ജനങ്ങളുടെ ഒത്തൊരുമിപ്പിൻ്റെ ഏറ്റവും പ്രസക്തമായ സന്ദേശം ഉൾക്കൊണ്ടുള്ള ഒരു കാലഘട്ടമാണിത് എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥാവിശേഷം നമ്മുടെ നാട്ടിൽ സംജാതമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ുമായി വ്യക്തിപരമായി ഏറെ അടുപ്പം സൂക്ഷിക്കുന്ന ഒരാളാണെങ്കിലും സംഘടനാപരമായി ഒരകൽച്ചയുള്ളതിൽ ഏറെ പ്രയാസം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നാൽ ആ അകൽച്ചയും ഈ സമ്മേളനത്തോടു കൂടി കുറഞ്ഞു വരുന്നു എന്ന് കാണുന്നതിൽ അതിയായ സന്തോഷം. ഈ തലീക്കെട്ട് കെട്ടിയ, ഈ താടി വെച്ച ഈ മൂല്യന്മാർക്ക് ഒരു കാലഘട്ടത്തിൽ ആർക്കും വേണ്ടായിരുന്നു. ആരും നോക്കൂല, തിരിഞ്ഞു നോക്കൂല. ഓ മൂല്യര് പോട്ടയർ. ഇന്ന് മാന്യമായ ഒരു സമൂഹത്തിൽ, സമുദായത്തിൽ, രാജ്യത്തിൽ, ഭരണരംഗത്ത് എല്ലാ സ്ഥലങ്ങളിൽ മൗലിയാമാർക്ക് ഒരു മാന്യമായ സ്ഥാനം നേടിത്തന്നത് ബഹുമാനപ്പെട്ട AP അബൂബക്കർ മുസ്ലിയാരാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. അത് തെറ്റില്ല സഹോദരൻ. എല്ലാ സ്ഥലങ്ങളിലും മൗലിയാമാർക്ക് ഒരു മാന്യമായ സ്ഥാനം നേടിത്തന്നത് ബഹുമാനപ്പെട്ട AP അബൂബക്കർ മുസ്ലിയാരാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. അത് തെറ്റില്ല സഹോദരൻ. കാന്തപുരം ഉസ്താദിന്റെ പടയോട്ട ഭൂമികയിൽ ഉസ്താദിന്റെ അതുല്യമായ മുന്നേറ്റം കണ്ടറിഞ്ഞോ ഓടിയെത്തിയവരെ പാണക്കാട് തങ്ങൾ കാണിച്ച സ്നേഹവും സൗഹൃദവും മുറുകെ പിടിച്ച് രാജ്യ നന്മക്കായി പ്രവർത്തിക്കാനും നാഥൻ നിങ്ങൾക്കും ഭാഗ്യം നൽകട്ടെ.